ആമേ. സ്വതം യെശയ്യാ പ്രവചനം ആമേ 1-18-19 വാക്യം. വരുവിൻ നമുക്ക് തമ്മിൽ വാദിക്കാമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആരോടാ പറയുന്നത്? ഇത് ആരോടാ വാദിക്കാമെന്ന് പറയുന്നത്? പാപം ചെയ്ത ആമേ സ്വതം പാപം ചെയ്യുന്ന ഒരു കൂട്ടം ജനത്തെ നോക്കിക്കൊണ്ട് അവരെ നിർമ്മിച്ച സ്വർഗത്തിലെ ദൈവം പറയുന്നു, വരുവിൻ നമുക്ക് തമ്മിൽ എന്ത് ചെയ്യാം? വാദിക്കാം. എന്ത് വിഷയത്തിലാ? നിങ്ങളുടെ പാപം കടും ചുമപ്പായിരുന്നാലും ഞാൻ അതിനെ ഹിമം പോലെ വെളുപ്പിക്കും. ഹിമം എന്ന് പറയുന്നത് എന്ത് സംഭവം? മഞ്ഞ് പോലെ, മഞ്ഞ് പോലെ ആമേ സ്വതം അതിനെ വെളുപ്പിച്ചു തരാം. രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞു പോലെ ആയിത്തീരും. ആമേ. അടുത്ത വാക്യം 19 വാക്യം. നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും. നമ്മളിവിടെ നിർത്തുകയാണ്. അതിൻ്റെ തൊട്ട് അടുത്തുള്ളൊരു വാക്യമുണ്ട്, അത് നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി, ഞാനത് എടുക്കുന്നില്ല. ആമേ. നമുക്ക് ഇന്ന് ദൈവം തന്നിരിക്കുന്നത് ഇതാ, ഒരു മടങ്ങി വരവിൻ്റെ പകലാക്കി ദൈവം മാറ്റാൻ ആഗ്രഹിക്കുകയാണ്. ആമേ. സ്തോത്രം. എല്ലാ പ്രവൃത്തികളും ആമേ പിശാചിൻ്റെതല്ല എന്ന് ദൈവജനം ആമേ ഇന്ന് പകലിലൊന്ന് മനസ്സിലാക്കണം. ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശ നിവർത്തീകരണത്തിലേക്ക് ദൈവം എത്തിക്കേണ്ടതിനായി ദൈവം ചില പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. അറിയാമോ നിങ്ങൾക്ക്? ആമേ. സ്തോത്രം. അത് ചിലപ്പോ നന്മയായിരിക്കത്തില്ല. ആമേ. തിന്മയുടെ രൂപത്തിലൂടെ നന്മയിലേക്ക് എത്തിക്കുന്ന വഴികളായിരിക്കും. ആമേൻ. അതിലേക്ക് നമ്മൾ ഇന്ന് ശ്രദ്ധ കൊടുക്കാൻ പോകുകയാണ്. ദൈവത്തിന്റെ ജനം ആമേ ദൈവത്തിലായി തീരണമെന്ന് പിതാവ് ആഗ്രഹിക്കുകയാണ്. ഇവരിന്ന് തെറ്റ് സഞ്ചരിക്കുകയാണ്. യെശയ്യാവ് 1-ാമത്തെ അധ്യായത്തിൽ വിളിച്ചു പറയുന്നത്, ആകാശമേ കേൾക്ക, ഭൂമിയെ ചെവി തരിക. ഞാൻ എൻ്റെ മക്കളെ എന്ത് ചെയ്തു? പോറ്റി വളർത്തി. അവരോ എന്നോട് എന്ത് ചെയ്യുക? മത്സരിക്കുകയാ. ആമേ. കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനന്റെ പുൽത്തൊട്ടിയും അറിയുന്നു, എങ്കിലും എൻ്റെ ജനം എന്നെ എന്ത് ചെയ്യുന്നില്ല? അറിയുന്നില്ല. ആമേ. സ്തോത്രം എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആമേ സ്തോത്രം വാക്യത്തിന്റെ 18-19 വാക്യത്തിലേക്ക് വരുമ്പോൾ, വരുവിൻ ആമേ നമുക്ക് വാദിക്കാം. ആമേ. എന്തിനു വേണ്ടിയാ? നിന്റെ പാപം എത്ര കടും ചുവപ്പായിരുന്നാലും ഇന്നലെ വരെയുള്ളത് ഈ നിമിഷം വരെയുള്ളത് സർവശക്തനായ ദൈവത്തോട് നീ ഒന്ന് ഏറ്റു പറഞ്ഞുപേക്ഷിച്ച് നിന്നെ തന്നെ ഒന്ന് താഴ്ത്തി സമർപ്പിക്കുന്നു എങ്കിൽ അവൻ ദേശത്തിലെ നന്മ നീ അനുഭവിക്കുമെന്ന് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയുകയാ. സ്വർഗത്തിലെ ദൈവം അന്ന് തന്റെ ജനത്തോട് പറഞ്ഞു, കേട്ടനുസരിക്കുന്നെങ്കിൽ നന്മ നീ അനുഭവിക്കും. പ്രൈസ് ദി ലോർഡ്. 2-3 കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് നിന്ന് തെളിവ് തരാം. ആമേൻ. കേട്ടനുസരിക്കാതെ പോയപ്പോൾ ദേശത്തിലെ നന്മ ദൈവം തടുത്തു. ആമേ. കേട്ടനുസരിക്കാതെ പോയപ്പോൾ നമ്മളെ ഒന്ന് കറക്റ്റ് ചെയ്യേണ്ടതിനാ. ആമേ. എല്ലാ പ്രവൃത്തികളും ഞാൻ വീണ്ടും പറയുന്നു, ആമേ സാത്താന്റേതല്ല. നമ്മുടെ ജീവിതത്തിലെ പ്രവൃത്തി ദോഷം വരുമ്പോൾ സ്വർഗത്തിലെ ദൈവം ചിലതൊക്കെ നമുക്ക് നിഷേധിക്കും, ചിലതൊക്കെ തടുത്ത് കളഞ്ഞെന്നിരിക്കാം. അത് എന്ത് നിമിത്തമെന്ന് ഇന്ന് പകലിൽ നമ്മളൊന്ന് ചിന്തിക്കാൻ പോകുകയാ. നമ്മുടെ ജീവിതം കൊണ്ട് ആമേ നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ വിശുദ്ധി കൊണ്ട്, നമ്മുടെ വേർപാട് കൊണ്ട്, നമ്മുടേതായ നല്ല നിലവാരങ്ങൾ കൊണ്ട്, സംസാരങ്ങൾ കൊണ്ട്, ഇടപെടലുകൾ കൊണ്ട് ആമേശ്വത്ത് എവിടെയെങ്കിലും ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുമ്പോൾ അതിനെ ഒന്ന് ആമേ നികത്തിയെടുപ്പാൻ തക്ക വിധം ദൈവം ഒരുക്കുന്ന വഴി എന്ന് പറയുന്നത് പലതായിരിക്കും. ആമേ. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായിരിക്കും. പക്ഷെ തിരിച്ചറിവിലേക്ക് ദൈവം കൊണ്ടുവരും. ആമേ. സ്വതം കൊണ്ടുവന്ന് അതിൻ്റെ മധ്യത്തിൽ നമ്മളൊന്ന് വിധേയപ്പെട്ട് നാം ദൈവത്തോട് ഹൃദയമെന്ന് പകരുമ്പോൾ നമ്മുടെ വഴി തുറയും. സ്വർഗത്തിലെ ദൈവം അത് തുറന്നു തരും. അടഞ്ഞിരിക്കുന്ന വഴികളെല്ലാം തുറന്നു തരും. പല മേഖലകളും ആമേ സ്വതം അതുവരെ അടഞ്ഞു കിടക്കും. നമ്മൾ കരുതും ആമേ ഇത് പിശാചിന്റെ വെല്ലുവിളികളാ, പിശാചിന്റെ പ്രവൃത്തികളാ. അല്ല പ്രിയ മക്കളെ, ദൈവം ആമേ തന്റെ ജനത്തെ ആമേ പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കേണ്ടതിനായി ചില പ്രവൃത്തികളിലൂടെ നടത്തുവാനിടയായി തീരും. ഹല്ലേലൂയ. അതിനെ ഇന്ന് പകലിൽ നമ്മളൊന്ന് തിരിച്ചറിയാൻ പോകുകയാ. ഒരിക്കൽ ആമേ ഏലിയാവ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വന്ന് ആകാശ ശക്തികളെ അടക്കുകയാ. ആമേ തിശ്ബിയിൽ നിന്ന് തിശ്ബനായിരിക്കുന്ന ഏലിയാവ് അവൻ കടന്നു വന്നിട്ട് വിളിച്ചു പറയുന്നത്, ആമേ സ്തോത്രം, യഹോവയുടെ നാമത്താലെ ആമേ ഞാൻ പറഞ്ഞിട്ടല്ലാതെ ആകാശത്തിൽ നിന്ന് ഇനി മഞ്ഞും മഴയും എന്നില്ല ഉണ്ടാകത്തില്ല. ആമേൻ. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിലാണ് നമ്മളിത് വായിക്കുന്നത്. ആമേ. ഏലിയാവ് വന്ന് ആകാശ ശക്തികൾ അങ്ങ് അടക്കുകയാ. ആര് പറഞ്ഞിട്ടാ? ദൈവം പറഞ്ഞിട്ടാ. ആമേ. സതി ദൈവത്തിന്റെ നാമമാണ് യഹോവ എന്ന നാമം. ഈ നാമത്താൽ ഇവൻ ഈ ആകാശ ശക്തികൾ അടക്കുകയാ. ആമേ. എന്താ കാരണം?
എന്താ കാരണം? 3 ആണ്ടും 6 മാസവും, അതായത് 3.5 വർഷത്തോളം ആകാശത്തിൽ നിന്ന് മഞ്ഞും മഴയും ഉണ്ടായില്ല. ഇസ്രായേൽ എന്ന് പറയുന്ന ജനം അവിടെ കിടന്ന് കഠിന ശോധനകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാ. മൃഗങ്ങൾക്ക് പോലും പുല്ലില്ല. കുടിക്കാനുള്ള വെള്ളം, പല തോടുകളും പല അരുവികളും പല തടാകങ്ങളും വറ്റി വരളുവാനിടയായി തീർന്നു. ആഹാരത്തിന് വകയില്ലാതെ വണ്ണം ജനം അയ്യം വിളിക്കുകയാ. എന്തിനു വേണ്ടി ഈ മനുഷ്യൻ ഇങ്ങനെ ചെയ്തത്? തന്റെ ജനം 2 വഴികളിൽ സ്റ്റെപ്പ് വെച്ച് 2 തോണിയിൽ കാല് വെച്ച് അവർക്ക് ഇഷ്ടമുള്ള വഴികളിലേക്ക് സഞ്ചരിച്ചപ്പോൾ അവരെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തേണ്ടതിനായി സ്വർഗത്തിലെ ദൈവത്തിന് ആകാശത്തിലെ ചില ശക്തികളെ അടച്ചു കളയണമായിരുന്നു. അവരൊന്ന് മടങ്ങി വരണം, അവരൊന്ന് യഥാസ്ഥാനപ്പെടണം, അവരൊന്ന് വിധേയപ്പെടണം. അവർ യഹോവയായ ദൈവത്തെ നല്ലപോലെ ഒന്ന് തിരിച്ചറിയണം. ഒന്ന് കണ്ടേ, ഒന്ന് ശ്രദ്ധിച്ചേ. അത് ഈ പുതിയ നിയമത്തിലും ഉണ്ട്. നമ്മുടേതായ ജീവിതത്തിലെ ഏതെങ്കിലും മേഖലകളിൽ നമ്മളൊന്ന് തെറ്റു സഞ്ചരിക്കുന്നു എങ്കിൽ ഈ ദൈവത്തെ നന്നായിട്ടൊന്ന് രുചിച്ചറിഞ്ഞ് അവനുമായിട്ട് മുന്നോട്ട് പോകേണ്ടതിനായി ചിലതൊക്കെ ദൈവം നിഷേധിപ്പിച്ചെന്നിരിക്കാം, ചിലതൊക്കെ ദൈവം അടച്ചു കളഞ്ഞെന്നിരിക്കാം. അവൻ നിന്നെ സ്നേഹിക്കാത്തത് കൊണ്ടല്ല, നിന്നെ കൂടുതൽ സ്നേഹിക്കുന്നത് കൊണ്ടാ. ആമേൻ. സ്നേഹിക്കാത്തത് കൊണ്ടാണോ? അല്ലെന്ന്, നിന്നെ കൂടുതൽ സ്നേഹിക്കുന്നത് കൊണ്ടാ. നീ അത് തിരിച്ചറിഞ്ഞ് മടങ്ങി വരുവാൻ പരിശുദ്ധ ദൈവം എന്തും പകൽക്കാലം ബുദ്ധി ഉപദേശിക്കുകയാ. നമുക്കൊന്ന് വായിക്കാം. തിശ്ബിയിൽ നിന്ന് തിശ്ബനായിരിക്കുന്ന ഏലിയാവ് കടന്നു വന്ന് വിളിച്ചു പറയുന്നത്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടിൽ മഞ്ഞും മഴയും എന്തിയത്തില്ല, ഉണ്ടാകത്തില്ല. വായിച്ചോ. എന്നാൽ ഗിലെയാദിലെ തിശ്ബയിൽ നിന്നുള്ള തിശ്ബിനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവയാണേ, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. പിന്നെ അവന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്നാൽ, നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാന് കീഴെയുള്ള കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കുക. യോർദാന് കിഴക്കുള്ള യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കുക. പടിഞ്ഞാറുള്ളതിലല്ല, ഞാൻ ഒരിക്കലും എടുത്തിട്ടുണ്ട്. വടക്കുള്ളതിലല്ല, തെക്കുള്ളതിലല്ല. ദൈവം പറഞ്ഞ കിഴക്കോട്ട് പോകാൻ പറഞ്ഞ കിഴക്കോട്ട് പോയിക്കൊള്ളണം. പടിഞ്ഞാറോട്ട് പോകരുത്, തെക്കോട്ട് പോകരുത്, വടക്കോട്ട് പോകരുത്. കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കാം. ദൈവം ഏത് ദിക്കാണ് പറയുന്നത് ആ ദിക്കിനെ അവഗണിച്ച് നീ പോകരുത്. ദൈവം എന്താണ് നിന്നോട് പറയുന്നത്? ഇവിടെ നിൽക്കാൻ പറഞ്ഞാൽ ഇവിടെ നിന്നേക്കണം, ഇവിടെ നിന്ന് പോയിക്കോന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പോയിക്കോളണം. അവിടെ പിന്നത്തേതിൽ നിന്ന് നിൽക്കരുത്. സ്വർഗത്തിലെ ദൈവത്തിന്റെ ഇഷ്ടം എന്താണോ അതിൻ പ്രകാരമേ നീ സ്റ്റെപ്പ് വെക്കാവൂ. ആമേ. വെള്ളം പറ്റിയാൽ പോയിക്കോന്ന് പറഞ്ഞപ്പോ അവനെ അവിടെ നിന്ന് പോകണം. അത് ദൈവത്തിന്റെ ഇഷ്ടമാ, ദൈവത്തിന്റെ നിർബന്ധമാ. ഞാൻ ആ വിഷയത്തിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ എന്തുകൊണ്ടാണ് ഇത് അടച്ചു കളഞ്ഞത്? ആ കാലഘട്ടത്തിൽ മന്ന കൊടുത്ത് നടത്തിക്കൊണ്ടുവന്ന ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രങ്ങൾ മുഴുവനും അറിയാവുന്ന ഇസ്രായേൽ ജനം ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ മന്ന കൊടുത്ത ദൈവത്തെയും ചെങ്കടലിനെ വിഭാഗിച്ച ദൈവത്തെയും മരുഭൂമിയിൽ നടത്തിയ ദൈവത്തെ അവർ മറന്നു. പകല് മേഘസ്തംഭവും രാത്രിയിൽ അഗ്നിസ്തംഭവും കൊടുത്ത് നടത്തിയ ദൈവത്തെ അവർ മറന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, വിശ്വാസത്തിലേക്ക് ആദ്യ നാളുകളിലൊക്കെ വരുമ്പോൾ എന്നും നമ്മൾ ഓർക്കുന്നൊരു കാര്യമുണ്ട്. ദൈവം എനിക്ക് വേണ്ടി ചെയ്ത പ്രവർത്തികൾ, എന്റെ രാത്രിയുടെ യാമത്തിലെ പ്രാർത്ഥനകളുടെ കണ്ണുനീരിന്റെ മധ്യത്തിൽ കർത്താവിന്റെ പ്രവർത്തികൾ, അങ്ങനെയെല്ലാം വിവരിച്ച് പലതും പറയും. കുറച്ചധികം കാലം നമ്മൾ കഴിയുമ്പോൾ ഇതെല്ലാം മറക്കും. ദൈവം ചെയ്ത വിധങ്ങളെ നമ്മൾ മറക്കും, ദൈവം നടത്തിയ വിധങ്ങളെ നമ്മൾ മറക്കും. ദൈവം ചെയ്ത ഉപകാരങ്ങളെ നമ്മൾ മറക്കും. പിന്നത്തേതിൽ നമ്മുടെ ആഗ്രഹം സാധിക്കാതെ വരുമ്പോൾ ദൈവമായിട്ട് നമ്മൾ പെറുപെറുക്കാൻ തുടങ്ങും. അങ്ങനെ ഇവരിപ്പോൾ പറയുന്നത് ബാലാണ് അവർക്ക് സകലതും നൽകി തരുന്നത്, ബാലാണ് സകലതും കൊടുക്കുന്നത്. ബാലിനെ അവർ ധാന്യങ്ങളുടെ ദേവനായിട്ട് അംഗീകരിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. അവർക്ക് ആഹാരം കൊടുക്കുന്നതും ധാന്യം കൊടുക്കുന്നതും നന്മ കൊടുക്കുന്നതും എല്ലാം ബാലാണെന്നുള്ള ചിന്തകളോടെ ഇസ്രായേൽ ജനം കടന്നു പോകുവാനിടയായിത്തീർന്നു. പേരിനൊരു ദൈവം, പേരിനൊരു ദൈവം, യഹോവയായ ദൈവം. ബാക്കിയുള്ളതെല്ലാം ബാലിന്. ബാലിന്റെ ബലിപീഠങ്ങൾ ഉയരാൻ തുടങ്ങി, അശേര പ്രതിഷ്ഠകൾ ഉയരാൻ തുടങ്ങി. ഇസ്രായേൽ പട്ടണങ്ങളിലെല്ലാം അന്യ ദൈവ സേവ നടക്കാൻ തുടങ്ങി. ആ സമയത്ത് തന്റെ ജനത്തെ മടക്കി വരുത്തേണ്ടതിനായി സർവശക്തനായ ദൈവം അന്നൊരു പ്രവാചകനെ എഴുന്നേൽപ്പിക്കാൻ ഇടയായിത്തീർന്നു. അവന്റെ പേരാണ് ഏലിയാവ്. അവൻ വന്ന് വിളിച്ചു പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഇനി ആകാശത്തിൽ നിന്ന് മഞ്ഞും മഴയും നിങ്ങൾക്കുണ്ടാകത്തില്ല. ആരുടെ നാമത്തിലാ? യഹോവയുടെ നാമത്തിൽ. യഹോവയുടെ നാമത്തിൽ വന്നവൻ അന്ന് ആകാശ ശക്തികളെ അടച്ചു. എന്തിനു വേണ്ടി എന്നറിയാമോ? 3.5 വർഷത്തോളം പോയി. 3.5 വർഷത്തിനകത്ത് നിന്റെയൊക്കെ ദേവന്മാർക്ക് തുറക്കാൻ പറ്റുമെങ്കിൽ തുറക്ക.
ഹല്ലേലൂയ. ആമേ സ്വതം 6 മാസം അനുവദിച്ചു തരാം. ആമേ സ്വതം ധാന്യങ്ങളുടെ ദേവൻ എന്ന് പറയുന്ന, അവൻ നന്മകളുടെ ദേവൻ എന്ന് പറയുന്ന, സമൃദ്ധിയുടെ ദേവൻ എന്ന് പറയുന്ന അവനെ തുറക്കാൻ പറ്റുമെങ്കിൽ തുറക്കാം. അവൻ ദൈവം അടച്ച ഒരുത്തനും തുറക്കാൻ പറ്റത്തില്ല, ദൈവം തുറന്ന ഒരുത്തനും അടക്കാൻ പറ്റത്തില്ല എന്ന് തെളിവ് കൊടുക്കേണ്ടതിനാൽ സർവശക്തനായ ദൈവത്തിന്റെ നാമത്തിൽ അന്ന് ഏലിയാവ് ചിലത് അടച്ചു കളഞ്ഞു. അടച്ചു കളഞ്ഞ് ഇവരെ ദണ്ണിപ്പിച്ചതല്ല. അവിടെ ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നത് ഇവർ മടങ്ങി വരണം. അതാണ് ദൈവത്തിന്റെ ഇഷ്ടം. എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ പലതും തടസ്സപ്പെട്ടു പോകുമ്പോൾ പ്രിയമക്കളെ, ദൈവത്തിൽ നിന്ന് അകന്നു പോകുകയല്ല ചെയ്യേണ്ടത്, ദൈവത്തോട് അടുത്ത് ചെല്ലണം. എന്താണ് ആ വഴി അടഞ്ഞു പോകാൻ കാരണം? എന്തേലൊരു കാരണമുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മേഖല തടസ്സപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നാളുകളോളമായിട്ട് നമ്മൾ അധ്വാനിക്കുന്നു, പ്രവർത്തിക്കുന്നു, പലതും ചെയ്യുന്നു, നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മയോ അനുഗ്രഹമോ മുന്നോട്ട് സ്റ്റെപ്പ് വെക്കാൻ പറ്റാത്ത നിലവാരത്തിൽ ബ്ലോക്കായി കിടക്കുന്നുണ്ടെങ്കിൽ, പലവട്ടം ആഗ്രഹിച്ചിട്ടും ആഗ്രഹങ്ങളൊന്നും സാധ്യമാകാതിരിക്കുന്നുണ്ടെങ്കിൽ, ഭൗതികമായ നന്മകളുടെ കാര്യം മാത്രമല്ല, ആത്മീകത്തിൽ നിനക്കൊന്ന് വളരാൻ കൊതിച്ചിട്ടും അതിലേക്ക് സ്റ്റെപ്പ് വെക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഒന്ന് തിരിഞ്ഞു നോക്കണം. എവിടെയാണ് എന്തോ ഒരു കുഴപ്പം സംഭവിച്ചിട്ടുണ്ട്. ആമേൻ. സാത്താൻ ജയിച്ചവനാണോ? അല്ല, ജയിച്ച ആള് കൂടെ ഉണ്ട്. ആരാ ജയിച്ചത്? യേശു. ജയിച്ചവൻ കൂടെ ഉണ്ടെങ്കിൽ നിനക്കെന്താ പരാജയം? ജയിച്ച ദൈവം നിന്നോട് കൂടെ ഇരുന്നിട്ട് നീ പലതിനും പരാജയപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ ജയിച്ചവൻ കൂടെ ഇല്ല എന്നുള്ളൊരു അർത്ഥമുണ്ട്. ആമേശ്വതം. അതല്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ എന്തോ അടഞ്ഞിരിക്കുകയാണ്. ഇന്ന് പകലിൽ ചിലരുടെ ജീവിതത്തിൽ അടഞ്ഞ മേഖലകളെ തുറന്നു തരുവാൻ സ്വർഗത്തിലെ ദൈവം ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. നീ ഒന്ന് തിരിച്ചറിഞ്ഞാൽ മതി. നിന്റെ ബുദ്ധിക്കകത്ത് കേൾക്കപ്പെടുന്ന ആലോചനകളെ ഒന്ന് ഓദന ചെയ്ത് അതൊന്ന് തിരിച്ചറിഞ്ഞാൽ മതി. സ്വർഗത്തിലെ ദൈവം ചില വഴികളെ നിനക്കായി തുറക്കാൻ പോകുകയാ. ഇന്ന് പകലിൽ അത് തുറന്നു വരും യേശുവിൻ നാമത്തിൽ. എന്താണ് വിഷയം എന്നറിയാമോ? 18-ാം അധ്യായത്തിൽ 21-ാം വാക്യം വായിക്കാം. ആമേശ്വതം. ഏലിയാവിന്റെ ചരിത്രങ്ങൾക്കെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാ. പക്ഷെ തന്റെ ജനത്തെ മടക്കി വരുത്തണം. ഞാൻ 2-3 വിഷയങ്ങളിൽ തൊടാൻ ആഗ്രഹിക്കുന്നു. വായിച്ചോ. അപ്പോൾ ഏലിയാവ് അടുത്തു ചെന്ന് സർവ്വജനത്തോടും, നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാൽ വയ്ക്കും? ഇപ്പോൾ ഇവരായിരിക്കുന്ന സിറ്റുവേഷൻ ഒറ്റ തോണിയിലല്ല നിൽക്കുന്നത്. 2-3 ചിന്താഗതികളുണ്ട്, 2-3 പ്ലാനുകളാ, 2-3 പദ്ധതികളാ ഇവരൊരുക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. ആരോടാണ് എന്നെനിക്കറിയത്തില്ല. നിന്റെ ബുദ്ധിക്കകത്ത് നീ ചിന്തിച്ചും കരുതിയും വെച്ചിരിക്കുന്നത് ദൈവസന്നിധിയിൽ ദോഷമുള്ളത് കൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, നിന്റെ വഴികളെല്ലാം അടഞ്ഞു കിടക്കുന്നത്. ഇതൊരു ദൂത. നിങ്ങളുടെ ഹൃദയം എനിക്കറിയത്തില്ല, നിങ്ങളുടെ ചിന്തകൾ എനിക്കറിയത്തില്ല. പരിശുദ്ധാത്മാവ് ആരോട് ദൂത് പറയുകയാ? നീ കുറെ നാളുകളായിട്ട് കെട്ടപ്പെട്ട് കിടക്കുന്ന കുറ്റിയുടെ ചുറ്റും കിടന്ന് ആമേശ്വതം ഉഴലുകയാ. ഇതാണ് നിന്റെ ആമേശ്വതം അളവ്. ഈ കെട്ടിയിരിക്കുന്ന കയറിന്റെ ഡയഫ്രത്തിനുള്ളിൽ കിടന്ന് നീ കറങ്ങുകയാ. എന്തു ചെയ്തിട്ട്, എന്ത് ചിന്തിച്ചിട്ട്, എന്ത് പ്ലാൻ ചെയ്തിട്ടും അതിനപ്പുറത്തേക്ക് നിനക്ക് പോകാൻ പറ്റുന്നില്ല. കാരണം ഇരുമനസ്സുള്ളവൻ തന്റെ വഴികളിലൊക്കെയും അസ്ഥിരന. 2 വഞ്ചിയിലെ കാല്, 2 വഞ്ചിക്കകത്ത കാല്. ഇവിടെ നിൽക്കണോ, ഇവിടെ നിൽക്കണോ, ഇവിടെ പോകണോ, ആമേശ്വതം. എന്ത് ചെയ്യണമെന്ന് തീരുമാനമെടുക്കാൻ കഴിയാതെ വണ്ണം 2 വഞ്ചിക്കകത്ത് കാലി ചവിട്ടി നിൽക്കുന്ന ഇസ്രായേൽ ജനത്തെ ഒറ്റ പടകിനകത്താക്കേണ്ടതിനായി സർവശക്തനായ ദൈവം അന്ന് 6 മാസവും ആകാശ ശക്തികളെ അടച്ചുകൊണ്ട് അവരോട് വിളിച്ചു പറഞ്ഞു, ഇനിയെങ്കിലും നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്ക്. ബാലാണോ ദൈവം, യഹോവയാണോ ദൈവമെന്ന്. ബാലാണെങ്കിൽ 6 മാസവും തരാം, അവന് പ്രവർത്തിക്കാൻ കഴിയുമെങ്കിൽ പ്രവർത്തിക്കട്ടെ. ഇവരെ ഒരു സ്ഥലത്താക്കണം. അതാണ് ദൈവത്തിന്റെ പദ്ധതി. നമ്മളെ ഒരു സ്ഥലത്താക്കണം. ഒരു ദൈവത്തെ ആരാധിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. ഹല്ലേലൂയ. അപ്പൊ ഇവരോട് പറയുന്നത്, നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാല് വെക്കും. 2 തോണിയിൽ എത്രത്തോളം നിങ്ങൾ കാല് വെക്കും. ബാലാണ് ദൈവമെങ്കിൽ അവന് നിങ്ങൾ എന്ത് ചെയ്യണം? സേവിച്ചോ. ആമേൻ. ഞാനും പലരോടും പറയാറുണ്ട്. പലരൊക്കെ പല മേഖലകളിൽ, പാസ്റ്റേ ഞങ്ങൾ അവിടുത്തെ ധ്യാനവും കൂടി കഴിഞ്ഞ് വന്നിട്ട്, അല്ലെങ്കിൽ അവിടെ നേർച്ച നിർന്നിരിക്കുക, മലയാറ്റൂര് പോകണം, മലയാറ്റൂര് പോയി വന്നിട്ട് ശബരിമലയിൽ പോകണം, മാലയിട്ടിരിക്കും. നമ്മൾ പോകാൻ പറ്റുന്ന എല്ലായിടത്തും പോയിക്കോ. സ്തോത്രം. നിങ്ങളോടും പറയുന്നവരോട് പറയണം, നേർച്ച, കാഴ്ച, വഴിപാടുകൾ, യാഗങ്ങൾ, ക്രിയകൾ, ഇതുകൊണ്ടൊന്നും ഒരു മനുഷ്യനും നിത്യത പോകത്തില്ല.
ഇതിൽ നിന്ന് പൂർണ്ണമായി റിലീസിംഗ് ആർക്ക് ലഭിക്കത്തുമില്ല. അവരോട് ധൈര്യമായിട്ട് വിളിച്ചു പറയണം. പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം പോയി ഓടിത്തീർന്നു കഴിയുമ്പോൾ ഇല്ലേ, പലരും ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നത് പോക്കറ്റ് കാലി, പേഴ്സ് കാലി, വീട്ടിലെ ധാന്യങ്ങൾ കാലി. ആമേശ്വരം ഒന്നുമില്ലാതെ ആയി കഴിയുമ്പോൾ വരുന്നത് കർത്താവ് ചേർത്ത് പിടിക്കും. ഹല്ലേലൂയ. ആമേശ്വരം എടാ, നിന്റെ നന്മ മുഴുവൻ കൊള്ളയടിച്ച ആമേശ്വരം അന്യ ദൈവങ്ങളെ പോലെയുള്ള ഒരു ദൈവമല്ല യേശു കർത്താവ്. ആമേശ്വരം നിന്റെ ആത്മാവിനെ വിലയേറിയതായി എണ്ണുന്ന ഒരുത്തനാണ് യേശു കർത്താവ്. അവൻ നിന്റെ കരത്തിലെ നന്മയല്ല അവൻ നോക്കുന്നത്, നിന്റെ ആത്മാവിന്റെ മൂല്യമാണ്. നിന്നെ ഒന്ന് ചേർത്ത് പിടിക്ക. ഇന്ന് പകൽക്കാലവും അവൻ ശക്തനാണ്, അവന്റെ കരത്തിനൊന്നും കുറവില്ല. രക്തസ്രവക്കാരി സ്ത്രീ വരുന്നത് കയ്യിൽ ആമേശ്വരം ഒരു 500 വെള്ളിക്കാശുണ്ടെന്ന് പറഞ്ഞുകൊണ്ടല്ല. ആമേ മുതലല്ല, എല്ലാം തീർന്നു, സകല മുതലും തീർന്നു, ഇവള് മാത്രമേ ഉള്ളൂ. ആമേ സ്തോത്രം. ആമേ രക്തസ്രവം വന്ന് അസ്ഥിപഞ്ജരം പോലെ ഇരിക്കുന്ന ഒരു സഹോദരി വന്ന് യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടു. ശക്തി പുറപ്പെട്ടു, ശക്തി പുറപ്പെട്ടു. ആമേ ഇന്ന് പകൽക്കാലം പ്രിയമക്കളെ, നിന്റെ നന്മയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല, ഹൃദയത്തിന്റെ നല്ല ഒരുക്കത്തിൽ പ്രസാദിക്കുന്ന കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. അവനെ നിനക്കൊന്ന് തൊടാൻ കഴിയുമോ? അവനോടൊന്ന് ചേർന്ന് നിൽക്കാൻ കഴിയുമോ? അവരുടെ ജീവിതത്തിൽ പ്രവർത്തി ദൈവം ചെയ്യാൻ പോകുകയാ. അമ്മേ, ഇതുപോലെ ഇവരിന്ന് നിൽക്കുന്നത് 2 വഞ്ചിക്കകത്താ. 3.5 വർഷം കൊടുത്തു. നിന്റെയൊക്കെ ബാലിന് പ്രവർത്തിക്കാൻ പറ്റുമെങ്കിൽ പ്രവർത്തിച്ചോ. എന്നിട്ട് പറഞ്ഞു 1 ദിവസം കൊടുത്തു, നിങ്ങൾ ഒരു യാഗപീഠം ഉണ്ടാക്ക്, കാളയെടുക്ക്, അറുക്ക്, നുറുക്ക്, ആമേസ്തോത്രം എല്ലാം ചെയ്തിട്ട് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവർ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. രാവിലെ മുതൽ ഉച്ചവരെ അവര് പ്രാർത്ഥിച്ചു. എങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചു? ശരീരം മുറിച്ച് രക്തമൊഴുക്കി പ്രാർത്ഥിച്ചു. ആമേസ്തോത്രം. പക്ഷെ ഒരനക്കമോ ശബ്ദമോ ഉണ്ടായില്ല. കാരണം അവൻ അടച്ച ഒരുത്തനും പറ്റത്തില്ലെന്നേ. അവൻ അടച്ച അവൻ തന്നെ തുറക്കണം. സ്വർഗത്തിലെ ദൈവം അടച്ചാൽ അവൻ തന്നെ തുറക്കണം. മറ്റൊരു ശക്തിക്കും അത് തുറക്കാൻ പറ്റത്തില്ല, മറ്റൊരു വ്യക്തിത്വത്തിന് അത് തുറക്കാൻ പറ്റത്തില്ല. നിന്റെ ദൈവത്തിന്റെ കരമാണ് ഇന്ന് നിന്റെ ജീവിതത്തിന്മേൽ ഭാരമായിരിക്കുന്നതെങ്കിൽ അപ്പന്റെ പാദപീഠമൊന്ന് മുഴങ്കാൽ മടക്കി തിരുമുഖത്തേക്കൊന്ന് നോക്ക. ആ സെക്കൻഡിൽ വാതിൽ തുറന്നു വരും. അപ്പന്റെ കരമായി വെച്ചിരിക്കുന്നത്. സ്വർഗം അവന്റെ, ഭൂമി അവന്റെ. ഈ വിരല് മതി. ഈ ആകാശത്തിലെ ഒരു തുള്ളി വെള്ളം ഭൂമിയിൽ പതിക്കാതിരിക്കാൻ ഈ വിരല് മതി. പ്രൈസലോ. സ്വർഗത്തിലെ ദൈവത്തിന്റെ കരമായി എല്ലാം നിയന്ത്രിക്കുന്ന അവനാ പ്രിയമക്കളെ, അവന്റെ കരമാണ്. ആമേൻ സ്തോത്രം. അപ്പൊ അടച്ചു കളഞ്ഞു. എന്തിനു വേണ്ടിയായിരുന്നു? ഇവര് ഒരു സ്ഥലത്ത് ഉറക്കണം, നമ്മളെ ഒന്നിൽ ഉറപ്പിക്കാൻ വേണ്ടിയാ കേട്ടോ. ആമേൻ സ്തോത്രം. നിങ്ങൾ എത്രത്തോളം 2 തോണിയിൽ കാലി വെക്കും? ഇസ്രായേൽ ജനമാ, ദൈവത്തെ ആരാധിക്കേണ്ടവരാ. ഒരു കാലഘട്ടത്തിൽ തപ്പെടുത്ത് നൃത്തം ചെയ്ത് ചെങ്കടൽ കടന്ന് വീര്യപ്രവർത്തികളൊക്കെ കണ്ട് പാട്ടൊക്കെ പാടി ആരാധിച്ച് മന്നയും ഭക്ഷിച്ച് ആമേ ശ്രേഷ്ഠമേറിയ തലത്തിലൂടെ കടന്നു വന്ന തന്റെ ജനമാ ഇപ്പോൾ ആരെയും ആരാധിക്കുന്നത്? അമ്പലത്തിലും പോകും, പള്ളിയിലും പോകും. ആമേ. കഴിഞ്ഞ ദിവസങ്ങളിൽ വിഷുക്കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കഴിച്ചോ? വിഷു ഉള്ള ദിവസം ഈസ്റ്ററിന് സ്റ്റൂവും അപ്പം. ഞാൻ പറയുന്നത് എല്ലാം നിങ്ങൾ ഭക്ഷണത്തിന് ദൈവസഭ തടസ്സമല്ല കേട്ടോ. ഇന്ന് പോയിട്ട് എന്താണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചെന്ന് ഉണ്ടാക്കി കൊടുക്കുക. പയറും അരിയൊക്കെ ശർക്കരയൊക്കെ ചേർത്തിട്ട് ഇത്തിരി കശുവണ്ടിയും ക്രിസ്മസും ആമേശ്വരം നെയ്യൊക്കെ ചേർത്ത് പിള്ളേർക്ക് അങ്ങ് ഉണ്ടാക്കി കൊടുക്കുക. ആ ദിവസങ്ങളിലൊന്നും ഉണ്ടാക്കാൻ തോന്നുന്നില്ല പാസ്റ്റേ. ഈ ദിവസം വരുമ്പോൾ ഒരു ടെൻഡൻസിയാണ് ഒന്ന് ഉണ്ടാക്കണം. ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഈ മാസം വരുമ്പോൾ പറയും, ഓ പാസ്റ്റേ എല്ലാ പ്രാവശ്യം ചിന്തിക്കും പാലൂർക്കും അപ്പോൾ ഉണ്ടാക്കണമെന്ന്. പക്ഷേ ആ സമയത്ത് എന്ത് ചെയ്യത്തില്ല, ഇന്ന് ചെന്നിട്ട് ഉണ്ടാക്കുക. സാധനം വേണമെങ്കിൽ ഞങ്ങൾ ഓർഡർ ചെയ്ത് വരുത്തിച്ചു തരാം. പ്രൈസലോ, വീട്ടിലെത്തിച്ചു തരാം. 2-3 ദിവസമോ ആഴ്ചയിലോ ആമേശ്വത മാസത്തിലോ എല്ലാം ഉണ്ടാക്കി കഴിക്കുക. ഭക്ഷണത്തിന് ദൈവസഭ എതിരല്ല. പക്ഷെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ അത് പിന്തുടരുന്നത് നീതിയല്ല. യേശു അത് നമ്മളെ പഠിപ്പിക്കുന്നില്ല. അവരെ പോലെ അവരുടെ സമ്പ്രദായത്തിൽ നിങ്ങൾ നടക്കരുത്. അമ്മേ സ്തോത്രം. അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ നിങ്ങൾ ചെയ്യരുത്. അതിൽ നിന്ന് ബുദ്ധിയോടെ നമ്മൾ എന്ത് ചെയ്തേക്കണം? മാറിയേക്കണം.
ആമേ സ്തോത്രം. ഹല്ലേലൂയ. ഈ ഒരു വാഴല വെട്ടിയിട്ട് അതിനകത്ത് 12, 15, 25, 30 കൂട്ടം കറികളും കൂട്ടി കഴിക്കുന്നത് തെറ്റാണോ? തെറ്റാണോ? ഒരു സെറ്റും മുണ്ട് ഉടുക്കുന്നത് തെറ്റാണോ? ഉടുത്തോ. ആമേ സ്തോത്രം. ഇല്ലാത്ത ആളുകൾ വാങ്ങിച്ചുടുത്തോ. പക്ഷെ അന്ന് ഉടുക്കാൻ തോന്നുന്നില്ല പാസ്റ്റേ, അന്ന് ഞങ്ങൾക്ക് കഴിക്കാൻ തോന്നുന്നില്ല. ഈ ദിവസം വരുമ്പോൾ കഴിക്കാനിട്ട്. ആമേ സ്തോത്രം. ആമേ ഇല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ഒരു നല്ല ഇല വെട്ടിയിട്ട് എല്ലാവരും ആമേ ഒത്തിരി കറികൾ ഉണ്ടാക്കി കഴിക്ക്. ആഹാരത്തിന് ദൈവസഭ എതിരല്ല. പക്ഷെ ആചാരങ്ങൾ ആ ദിവസം വരുമ്പോഴല്ലേ തോന്നുന്നത്. ആ വ്യാപാരം ചുറ്റും എല്ലാ ഇടങ്ങളിലും വ്യാപരിക്കുകയാ. സകല ഹൃദയങ്ങളിൽ ഇത് അങ്ങ് കയറും. പ്രൈസോലോ. ഈ സ്തോത്രം. ഡിസംബർ മാസം വരുമ്പോ പപ്പാഞ്ഞി കളിക്ക് പോകണം. നിങ്ങൾ പപ്പാഞ്ഞിയായിട്ട് ഇന്ന് നാളെ വാ, ഞങ്ങളുടെയൊക്കെ വീട്ടിൽ വാ. പ്രൈസോലോ. ആമേൻ. നാളെ ഒരു പപ്പാഞ്ഞിയുടെ മുഖം മൂടിക്ക് വെച്ച് വയറൊക്കെ വീർപ്പിച്ച് ഇതൊക്കെ ആയിട്ട് നിങ്ങൾ വാ, ഞങ്ങൾ പൈസ തരാം. ആമേൻ സ്തോത്രം. അന്ന് വരത്തില്ല പാസ്റ്റേ, എന്നേ വരത്തുള്ളൂ? ഡിസംബറിൽ. ആമേൻ. ക്രൂശുമെടുത്ത് തന്നെ അനുഗമിക്കുക. ഈ കഴിഞ്ഞ മാസം കൊണ്ട് തീർന്നു. ഈ മാസം കൊണ്ട് വരുന്ന മാസം എടുത്തിട്ട് കേറ്. പോകുന്നുണ്ടാരെങ്കിലും? ഇല്ലല്ലോ. എന്താ ഈ മാസം പോയെന്നാല് നടക്കത്തില്ലേ പരിപാടി? മാസം വരണം, എന്നാലേ അമ്മേ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കത്തുള്ളൂ. എല്ലാ ദിവസവും മല അവിടെ കിടക്കുന്നുണ്ട്. അമ്മ ഏപ്രിൽ മാസത്തിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന മലയല്ല. അമ്മ മരത്തിന്റെ കുരിശ് ഉണ്ടാക്കാനുള്ള ആളുകളുണ്ട്. ചുമന്ന് പോ. ഇതെല്ലാം ആചാരങ്ങളാണ്, ഇതെല്ലാം അനുഷ്ഠാനങ്ങളാ പ്രിയ മക്കളെ. ആമേ സ്തോത്രം. ഹല്ലേലൂയ. മറിച്ച് ഇത് ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ളതാണെങ്കിൽ ഇന്ന് ആമേ അന്ന് തുടങ്ങിയതാ, ഇത് ഇന്ന് നിന്നിട്ടില്ല. ആമേ എന്ന് രക്ഷിക്കപ്പെട്ടു, എന്ന് സ്നാനപ്പെട്ടു, അന്ന് തുടങ്ങിയതാ പ്രിയ മക്കളെ. ഇന്ന് വരെ നിന്ന് പോയിട്ടില്ല. കാരണം ഇത് ആചാരമല്ല, ഇത് അനുഷ്ഠാനമല്ല, ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു ബന്ധമാണ്. അതുകൊണ്ട് കരമടിക്ക് കുറവില്ല, പാട്ടുപാടുന്നതിന് കുറവില്ല, സ്തോത്രത്തിന് കുറവില്ല, ആരാധനയ്ക്ക് കുറവില്ല, ഉപവാസത്തിന് കുറവില്ല. എന്ന് ഇത് കണ്ടുമുട്ടിയോ അന്ന് മുതൽ തുടരുകയാ. ഒരു ദിവസം കൊണ്ട് നിന്ന് പോകുന്നതല്ല, ഒരു മാസം കൊണ്ട് നിന്ന് പോകുന്നതല്ല, 40 ദിവസത്തെ 50 ദിവസത്തെ നോയമ്പ് കൊണ്ട് തീരുന്നതല്ലെന്നേ. ഇത് അറ്റം വരെയും അന്ത്യം വരെയും അവിടെ ചെന്നെത്തുന്നത് വരെ നിലനിൽക്കുന്നതാണ്. ഇത് മാറ്റമില്ലാതെ വണ്ണം തുടരും. കാരണം ഇത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു ബന്ധമാണ്, അല്ലാതെ ലോകത്തെ കാണിക്കാനുള്ളത് അല്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇതെല്ലാം മല അവിടെ കിടക്കുന്നില്ലേ? മലയില്ലേ? എല്ലാ ആളുകളും ഉണ്ട്. ആമേ സ്തോത്രം. വീട്ടിൽ ലൈറ്റ് ഇടണോ, അലങ്കാരം ചെയ്യണോ, എന്ത് വേണമെങ്കിലും പടക്കം പൊട്ടിക്കണോ? ആമേ സ്തോത്രം. പടക്കം പൊട്ടിക്കണോ? നിങ്ങളുടെ പിള്ളേർക്ക് മേടിച്ചു കൊടുക്കും. ആമേ സ്തോത്രം. ദൈവസഭ ഇതിനൊന്നും ആമേ എതിരല്ല. ആമേ കമ്പിത്തിരി, മത്താപ്പ്, മേശപ്പൂ, ആമേ ഈ കാര്യങ്ങൾ ഇന്ന് മേടിച്ചു കൊടുക്കും പിള്ളേർക്ക്. പിള്ളേർ പൊട്ടിക്കട്ടെ വീട്ടിൽ. ആമേ. പക്ഷെ ആ ദിവസം വരുമ്പോ ഇന്ന് പൊട്ടിച്ചിട്ട് കാര്യമില്ല പാസ്റ്റേ. ആ ദിവസം വരുമ്പോ എന്ത് ചെയ്യണം? പൊട്ടിക്കണം. നിങ്ങൾ പൊട്ടിക്കുക, കാണിച്ചു കൊടുക്കുക, ദേശത്തിന് കാണിച്ചു കൊടുക്കുക എന്ന് കരുതിക്കൊണ്ട് അന്യായമായിട്ട് പൈസ ഒക്കെ ചെലവഴിച്ച് കാര്യങ്ങൾ ചെയ്യരുത്. ഞാൻ പറയുന്നു ആമേ സ്തോത്ര. പാസ്റ്റർ പറഞ്ഞിട്ടെന്ന് പറഞ്ഞ് വീട്ടിൽ ചെന്ന് ബഹളം ഉണ്ടാക്കിക്കരുത് പിള്ളേരൊന്നും. ആമേ സ്തോത്ര. ഞാൻ പറയുന്നത് ആചാര അനുഷ്ഠാനങ്ങളിൽ നിന്ന് ഒന്ന് വേർതിരിയുക. ആമേ സ്തോത്രം. അതാണ് നമ്മൾ ചെയ്യുന്നത്. ആഹാരത്തിനോ വസ്ത്രത്തിനോ ഒരു കുഴപ്പമില്ല. സെറ്റും മുണ്ടൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. ആമേ സ്തോത്രം. നല്ലത് മേടിച്ച് നിങ്ങൾ ഉടുത്തോ, ഒരു കുഴപ്പമില്ല. ഒരു വെള്ളമുണ്ട് ചുവയൊക്കെ ധരിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണമെങ്കിലും ആമേ സ്തോത്രം വസ്ത്രം ധരിക്കാം. പക്ഷെ അന്നേ ദിവസം വരുമ്പോൾ ഒരു താല്പര്യം വരരുത്, അത് നല്ലതല്ല. ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവർ 2 വഞ്ചിക്കകത്ത് കാല് വെച്ചിരിക്കുക. ആമേ സ്തോത്രം. എല്ലാ സ്ഥലത്തും പോകും. ഞങ്ങൾ ഇന്നത്തെ അങ്ങനത്തെ ശുശ്രൂഷകന്മാരും അങ്ങനത്തെ ശുശ്രൂഷ അനുഭവിക്കുന്നവരുണ്ട്. ഞങ്ങളുടെ ചർച്ചിലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല പാസ്റ്ററെ. ഞങ്ങൾക്ക് അമ്പലത്തിലും പോകാം, ഞങ്ങൾക്ക് പള്ളിയിലും പോകാം. ഞങ്ങളിങ്ങനെ കോമൺ ആയിട്ട് ജനറലായിട്ട് ആൾക്കാരെ നേടണ്ടേ? ആമേ നേടണ്ടേ? നേടണമെങ്കിൽ ഈ വചനത്തിൽ ഇങ്ങനെ എഴുതണോ? 2 വഞ്ചിയിലും കാലി വെക്കാനല്ലേ പറയുള്ളൂ? 2 പേരെ ഒരുപോലെ സേവിക്കാനല്ലേ പറയുള്ളൂ? യേശു പറഞ്ഞു 2 പേരെ ഒരുപോലെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, 2 വഞ്ചിയിലും കാലെന്ത് ചെയ്യരുത്. ഇങ്ങനെയല്ലേ പറയുന്നത്? പിന്നെ എങ്ങനെയാണ് ഇവർക്ക് മാത്രമായിട്ട്? ഞങ്ങൾക്ക് എല്ലാ സ്ഥലത്തും പോകാം, ഏഴിനും പോകാം, ആണ്ടിനും പോകാം. ഞങ്ങൾ ഒന്നും പറയാറൊന്നുമില്ല. ഇവരെ നോക്കിക്കൊള്ളണം, ഇവരെ സൂക്ഷിച്ചോളണം. ഇവരാണ് ദൈവസഭയെ
കലക്കിക്കളയുന്നവർ. ആമേൻ. അങ്ങനെ പോകാനുള്ള വ്യവസ്ഥ ദൈവജനത്തിന് ഇല്ല. ആമേൻ. അങ്ങനെ പോകാനുള്ള വ്യവസ്ഥയില്ല. 3.5 വർഷം അടച്ചു ദൈവം. ഇവര് നിലവിളിക്കാൻ തുടങ്ങി. ആമേൻ. സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, എടാ ഇത് എന്റെ പ്രവൃത്തിയാ, നിന്റെയൊക്കെ ബാലൊന്നുമല്ല. അന്നത്തെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു ദൈവം. ആശേര പ്രതിഷ്ഠകൾ ശുശ്രൂഷിക്കുന്നവർ ബാലിന്റെ പ്രവാചകന്മാരെ വരുത്തി. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഉണ്ടായിരുന്ന സകല ബലിപീഠങ്ങൾ അന്ന് ഇടിച്ചു. ആമേൻ. സ്തോത്രം. യഹോവയായ ദൈവത്തെ വിളിച്ച് കരയാനും അപേക്ഷിക്കാനും അവരോട് ആവശ്യപ്പെട്ടു. ദൈവപ്രവൃത്തി ഇവിടെ വെളിപ്പെടാൻ തുടങ്ങി. ആകാശ ശക്തി തുറന്നു. ആമേൻ. നാട്ടിൽ സമൃദ്ധിയോടുകൂടി ധാന്യങ്ങൾ വിളയാൻ തുടങ്ങി. ഫലവൃക്ഷങ്ങളിൽ നിന്ന് ഫലം പുറപ്പെടാൻ തുടങ്ങി. ആമേൻ. കൃഷിയിടങ്ങളിൽ നിന്നെല്ലാം കൃഷികൾ വർദ്ധിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ആമേൻ. എന്തിനു വേണ്ടി എന്നറിയുമോ? തന്റെ ജനം ഒന്നിലുറക്കണം. കേട്ടോ പ്രിയമക്കളെ. ആമേൻ. നിങ്ങൾ എല്ലാ നല്ല പ്രവൃത്തികളിലൂടെ കടന്നു പോയിട്ട് നിങ്ങളുടെ വഴികൾ ഏതെങ്കിലും അടഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ ആമേൻ. സ്തോത്രം. നിങ്ങൾ നോക്കിയിട്ട് വചനപ്രകാരം നോക്കുമ്പോൾ ഏറെക്കുറെയൊക്കെ നല്ല വഴികളിലൂടെ സഞ്ചരിക്കുന്നത്. ഒരിക്കലും ഈ യവനക്കാരൻ കടന്നു വന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ചെറുപ്പം മുതലേ കൽപ്പനകളെല്ലാം പാലിച്ചു പോരുന്നവനാ. അവന്റെ ജീവിതത്തിൽ യേശു നോക്കിയിട്ട് ഒരൊറ്റ കുറവേ കണ്ടുള്ളൂ, അവൻ ധനികനായിരുന്നു എന്ന് മാത്രം. ബാക്കിയുള്ളതെല്ലാം കറക്റ്റ് ആയിരുന്നു. ഇതുപോലെ നിങ്ങൾ വിശുദ്ധ ജീവിതം നയിച്ച് മുന്നിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം കൊണ്ട് ഒരു തെറ്റും നിങ്ങൾക്ക് കാര്യമായ രീതിയിൽ എടുത്തു പറയാനില്ലെങ്കിൽ, പാപം ചെയ്യാത്തവരെല്ലെന്നല്ല, പാപം ചെയ്യുന്നവരെ എല്ലാവരും സ്വതം, എന്നാൽ ഏറെക്കുറെ നല്ല പോലെ തന്നെയാണ് പോകുന്നത് എന്നൊരു തിരിച്ചറിവും ബോധവും ബുദ്ധിക്കും ഹൃദയത്തിനും നിങ്ങളെ നോക്കുന്ന നിങ്ങളുടെ ഭാര്യയ്ക്ക്, മക്കൾക്ക്, ചുറ്റുപാടുകൾക്ക്, ദൈവസഭയ്ക്ക് അങ്ങനെ തോന്നുന്നു എങ്കിൽ നിശ്ചയമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് സാത്താനാണ്. ആമേൻ. സ്തോത്രം. നീ ദൈവത്തിന് വേണ്ടി കൂടുതൽ പ്രയോജനപ്പെടുന്ന നിമിത്തം നിന്നെ ഒന്ന് ശോധന ചെയ്യാൻ അവൻ ചോദിച്ചിരിക്കുകയാ. അങ്ങനെയാ, ആ വഴിയാ നിന്റെ ജീവിതത്തിൽ പലതും അടഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആമേൻ. മറിച്ച് ആമേൻ, നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു തെറ്റ്, ഏതെങ്കിലും ഒരു കുറവ്, നീയോ ആമേൻ നിന്നോട് ചേർന്ന് നിൽക്കുന്നവരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വ്യക്തിത്വങ്ങളോ ആമേൻ ഒരു കുറവ് നിന്നെ ചൂണ്ടിക്കാണിച്ച് തന്നിട്ട്, അല്ലെങ്കിൽ സ്വന്തം മനസാക്ഷിക്ക് ഈ ഒരു കുറവ് കിടക്കുന്നു എന്ന് ഏത് സമയത്തും ചിന്ത വന്നിട്ട് ആമേൻ. സ്തോത്രം. നിന്റെ ഏതെങ്കിലും വഴികൾ അടഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകലിൽ മടങ്ങി വരവിന്റെ ദിവസമാണ്. ആമേൻ. ഇന്ന് പകലിൽ മടങ്ങി വരവിന്റെ ദിവസമാണ്. അവർക്കുള്ള വചനമാണ് ഞാനിവിടെ പറയുന്നത്. ആമേൻ. അവർക്കുള്ള വചനമാണ് ഇന്ന് ഞാൻ പങ്കുവെക്കുന്നത്. ഞാൻ പറയുന്നത് എല്ലാത്തിലും വീണ്ടും ഞാൻ എടുത്ത് പറയുക, നിങ്ങൾ സംശയം വരാതിരിക്കേണ്ടതിനാ. എല്ലാത്തിലും നിങ്ങൾ കറക്റ്റ് ചെയ്ത് വളരെ വിശുദ്ധിയിലും വേർപാടിലും വചനത്തിന്റെ ആധികാരികത കൊത്തവണ്ണം കടന്നുപോയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബ്ലോക്ക് വരുന്നുണ്ടെങ്കിൽ, ഇയ്യോബിന്റെ ജീവിതം പോലെ, പൗലോസിന്റെ ജീവിതം പോലെ, സാത്താൻ എന്തൊക്കെയോ നിങ്ങളുടെ ജീവിതത്തുമേ തടുക്കുകയാ. ദൈവം അത് മാറ്റിത്തരും. എന്നേക്കുമായിട്ട് വെക്കുന്നതല്ല, ദൈവം അത് മാറ്റിത്തരും. മറിച്ച് നമ്മുടെ ജീവിതത്തെ കുറവുകൾ കിടന്നിട്ട് ഏതെങ്കിലും വഴികൾ അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മടങ്ങി വരാതെ തുറയത്തില്ല. ഇവിടെ ആ വിഷയമാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇസ്രായേൽ ജനം ആമേശ്വത 2 തോണികൾ കാലി വെച്ചിരിക്കുകയാണ്. ആമേശ്വത ഇവരെ ഒറ്റ തോണിക്കകത്ത് ഉറപ്പിക്കുവാൻ പരിശുദ്ധ ദൈവം ഇന്ന് പകലിൽ പദ്ധതിയിടുന്നത് കൊണ്ട് ആമേശ്വത ആത്മാവ് വിളിച്ചു പറയുന്നത്, ആമേശ്വതം ബാലല്ല ദൈവം, യഹോവയാണ് ദൈവം. ആമേ. അപ്പൊ ഇതിനു വേണ്ടിയാണ് ദൈവം ആകാശത്തെ എന്ത് ചെയ്തത്? അടച്ചത്. ഞാൻ ഈ വിഷയം വിടുക, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കാരണം മറ്റു ചില ഭാഗങ്ങളിലേക്ക് എനിക്ക് പോകേണ്ടതുണ്ട്. ആമേശ്വത്രം. യോനാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 3-4 വാക്യം. ആമേശ്വത്രം. യോനാ പ്രവാചകന്റെ പുസ്തകം 1 മുതൽ വായിച്ചു. അമിത്തായുടെ മകനായ യോനായ്ക്ക് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്നാൽ, നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്ക. അവരുടെ ദുഷ്ടത എന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശീശിലേക്ക് ഓടിപ്പോകേണ്ടതിന് പുറപ്പെട്ട് യാഫോവിലേക്ക് ചെന്നു. തർശീശിലേക്ക് പോകുന്ന ഒരു കപ്പൽ കണ്ട് കൂലി കൊടുത്ത് യഹോവയുടെ സന്നിധിയിൽ നിന്ന് അവരോടുകൂടെ തർശീശിലേക്ക് പോയി കളവാൻ അതിൽ കയറി. യഹോവയോ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റ് അടുപ്പിച്ചു. യഹോവയോ ആരാ? സാത്താനാണോ? പിശാചാണോ? അല്ല. യഹോവയോ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റ് അടുപ്പിച്ചു. നിങ്ങളിത് വീട്ടിൽ ചെന്ന് അടിവരയിട്ടൊന്ന് ആമേശ്വത വായിച്ച് ധ്യാനിക്കണം. ഇവിടെ യോനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് സാത്താനല്ല, സ്വർഗത്തിലെ ദൈവമാണ്. കാരണം ഇവന് ദൈവത്തിന് ആവശ്യമുണ്ട്. ആവശ്യമുള്ളവർ ഇങ്ങനെയൊക്കെയാണ് ഭാഷ ഒരുക്കുന്ന വിധമാ. 3.5 വർഷം 6 മാസവും ഇസ്രായേൽ എന്ന് പറയുന്ന ജനത്തെ
ആമേശ്വത ആകാശ ശക്തികൾ അടച്ചു. ചൂടെന്ന് പറയുന്നത് ചെറിയ ചൂടൊന്നുമല്ല. ഇന്ന് ഇവിടെ ഇത്ര ഡിഗ്രി ചൂട് ആമേശ്വതം അനുഭവിച്ചിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല. എന്നാൽ മറ്റു ചില സ്ഥലങ്ങളിലെല്ലാം ചൂട് അങ്ങനെയല്ല. ചെന്നൈയിലെ കഴിഞ്ഞ ദിവസങ്ങളിലെ ചൂട് ഓർത്തു പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ആകയാൽ പ്രിയമക്കളെ, ഇതൊക്കെ കാലാവസ്ഥ ആമേ ഏത് വിധത്തിലും ദൈവത്തിന് മാറ്റം വരുത്താം. അപ്പോ 6 മാസവും ആ ജനത്തിന് കുടിക്കാൻ വെള്ളം പോലുമില്ല, കഴിക്കാൻ ആഹാരമില്ല, നല്ല ചൂട്, ആമേ കിടന്നുറങ്ങാൻ പറ്റുന്നില്ല, സ്വസ്ഥത നഷ്ടപ്പെട്ടു. ആ സമയത്ത് അവർ യഹോവയായി ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങി. പ്രൈസലോ, ആമേ. കാരണം ആശ്രയിച്ചിരുന്ന ദൈവങ്ങളെല്ലാം ഇട്ടിട്ട് പോയി. ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവന് ദൈവത്തിന് ആവശ്യമുണ്ട്. ഇവൻ ദൈവത്തിന്റെ പ്രവാചകനാ, പക്ഷെ വഴി തെറ്റ് സഞ്ചരിക്കുകയാ. ഇവന്റെ വഴികൾ കറക്റ്റ് അല്ല. ഇവൻ പോകുന്ന വഴി തെറ്റായ വഴികളിലൂടെ സഞ്ചരിച്ചിട്ട് ദൈവികമായിട്ടുള്ള അനുഭവത്തിൽ ഇവൻ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാ. പ്രൈസലോ, ആമേശ്വതം വഴി കറക്റ്റ് അല്ല, തെറ്റാ. ആമേശ്വതം എന്നിട്ട് ആരും അറിയാത്ത രീതിയിൽ കപ്പലിന്റെ അടിത്തട്ടിൽ കിടന്ന് ആമേശ്വതം ഉറങ്ങി മുന്നോട്ട് പോകുന്ന യോനയെ പരിശുദ്ധ ദൈവം പൊക്കുകയാ. ഹല്ലേലൂയ. എങ്ങനെയാ പൊക്കുന്നതെന്ന് അറിയാമോ? ആമേ പേരിങ്കാറ്റടിപ്പിച്ചു. ആമേ, സ്തോത്രം. എവിടെ? പടകിനകത്ത്, ആ കപ്പലിനകത്ത് യഹോവയോ സമുദ്രത്തിൽ ഒരു പേരിങ്കാറ്റടിപ്പിച്ചു. ആമൻ ദുഷ്ടൻ ചെയ്തെന്നല്ല പറയുന്നത്, ആമൻ സ്വന്തം പിശാച് ചെയ്തെന്നല്ല പറയുന്നത്, സാത്താൻ ചെയ്തെന്നല്ല പറയുന്നത്. യഹോവയോ സമുദ്രത്തിൽ ഒരു പേരിങ്കാറ്റടിപ്പിച്ചു. ആമേ, ആകാശ ശക്തികളെ പിശാച് അടച്ചു കളഞ്ഞെന്നല്ല പറയുന്നത്, യഹോവയുടെ നാമത്തിൽ ഏലിയാവ് അടച്ചെന്ന് പറയുന്നത്. അങ്ങനെയല്ലേ വാക്യം? ഇവിടെ പറയുന്നത് യഹോവയോ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റടിപ്പിച്ചു, കപ്പൽ തകർന്നു പോകുവാൻ തക്കവണ്ണം സമുദ്രത്തിൽ വലിയൊരു കോള് ഉണ്ടായി. ചിലതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു കയറുമ്പോൾ ഒന്ന് തിരിഞ്ഞ് ചിന്തിച്ചേക്കണം പ്രിയ മക്കളെ, ഇത് ദൈവത്തിന്റെ കരമാണോ അല്ലെങ്കിൽ സാത്താന്റെ കരമാണോ? പ്രൈസലോ. ദൈവത്തിന്റെ കരമാണെങ്കിൽ നമ്മൾ എത്ര വർഷം മുന്നോട്ട് പോയെന്നാൽ ആ വിഷയത്തിൽ ക്രമീകരണം പ്രാപിക്കുന്നത് വരെ ആ കരം മാറത്തില്ല. ദൈവത്തിന്റെ കരമാണെങ്കിൽ. സാത്താന്റെ കരമാണെങ്കിൽ നീ ഒരു 21 ആമേ 1 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച് കൃപ ഏറ്റെടുത്ത് യേശുവിന്റെ നാമത്തിൽ ദുഷ്ടപിശാചം മാറെന്ന് പറഞ്ഞാൽ മാറും. ആമേ. സാത്താന്റെ കരമാണ് നിന്റെ ജീവിതത്തിന്മേൽ ശാരീരികമായിട്ട്, മാനസികമായിട്ട്, ആത്മീകമായിട്ട്, സാമ്പത്തികമായിട്ട് ഇരിക്കുന്നതെങ്കിൽ ആമേ ഒരു 3 ദിവസക്കാലം ദൈവസ്ഥലം നെടുമ്പാട് വീണ് അപ്പനെ ഒന്ന് പ്രസാദിപ്പിച്ച് ആ കൃപ ഏറ്റെടുത്തുകൊണ്ട് ജീവിതത്തിൽ മേൽ കിടക്കുന്ന ആ ശക്തിയെ നീ ഒന്ന് ശാസിച്ചാൽ ആ സെക്കൻഡിൽ മാറും. കാരണം അത്രത്തോളം ശക്തി യേശുവിന്റെ നാമത്തിനുണ്ട്. ആമേ. മറിച്ച് ചില നാളുകളോളമായിട്ട് ജീവിതത്തിന്മേൽ മാറിപ്പോകാതെ വണ്ണം കിടക്കുന്ന കൈ ഉണ്ടെങ്കിൽ ഒന്ന് തിരിഞ്ഞ് ചിന്തിച്ചേക്കണം, ഇത് സാത്താന്യ കരമാണോ, ഇത് ദൈവത്തിന്റെ കരമാണോ എന്ന്. ആമേശ്വതന്ന് പകലിൽ ഒന്ന് മടങ്ങി വരുവാൻ, നിങ്ങളുടെ ബുദ്ധിയൊന്ന് തുറക്കുവാൻ ആത്മാവിൽ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഇവിടെ ആമേശ്വതം ഈ കാറ്റ് മാറോ? ഈ കാറ്റ് മാറത്തില്ലെന്നേ. മാറ്റാൻ പറ്റുമെങ്കിൽ യോനെ നീ മാറ്റ. ആമേ, മാറ്റാൻ പറ്റുമെങ്കിൽ കപ്പയിത്താനെ നീ മാറ്റ. ഹല്ലേലൂയ. ഈ കാറ്റ് മാറത്തില്ല, ഈ കടലും കോളും മാറത്തില്ല, കാരണം ഇത് ദൈവത്തിന്റെ കരമാ. ഹല്ലേലൂയ. ഒരിക്കല് ഫെലിസ്ത്യ പ്രഭുക്കന്മാര്, ഫെലിസ്ത്യ പണ്ഡിതന്മാര്, ഫെലിസ്ത്യ മന്ത്രവാദികള്, ഫെലിസ്ത്യ ആഭിചാരകന്മാര് കടന്നു വന്നിട്ട് പറയുന്നത്, ആമേ ഇത് യഹോവയുടെ വിരലാണ്, ഇതിനെ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. എല്ലാവരും മൂലരോഗത്താൽ ബാധിക്കപ്പെട്ടിരിക്കുക. എന്ത് സംഭവത്താ? മൂലരോഗത്താൽ ബാധിക്കപ്പെട്ടിരിക്കുക. പ്രഭുക്കന്മാരടക്കം, പണ്ഡിതന്മാരടക്കം, ആമേ ഫെലിസ്ത്യ ശക്തികൾ മുഴുവനും മൂലരോഗമാ, മാറുന്നില്ല. വൈദ്യന്മാർക്ക് മുതൽ എല്ലാവർക്കും, അതായത് ഡോക്ടറിന് വരെ മൂലരോഗം. ദൈവത്തിന്റെ കരമാണെങ്കിൽ കോവിഡ് വന്നല്ലോ, ഡോക്ടർമാർക്കും പിടിച്ചു. ഒത്തിരി ഡോക്ടേഴ്സ് മരിച്ചു, ഒത്തിരി നേഴ്സുമാർ മരിച്ചു, സാധാരണക്കാർ മരിച്ചു, പണ്ഡിതന്മാർ മരിച്ചു, പാമരന്മാർ മരിച്ചു, അനേകരെ ബാധിച്ചു, എല്ലാവരെയും ബാധിച്ചു. ദൈവത്തിന്റെ വിരല. പ്രൈസലോ. ദൈവത്തിന്റെ കരമ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, അമ്മേ, അതിന്റെ സൈഡ് എഫക്റ്റുകൾ ഇപ്പോഴും ഉണ്ട് കേട്ടോ. കോവിഡ് പോലെയുള്ള അതിന്റെ സംഭവം ഇപ്പോഴും നടക്കുന്നുണ്ട്. വല്ല സ്ഥലത്തൊക്കെ പോയിട്ട് ഒന്ന് കൂടി കൊടുത്തേക്കരുത് കേട്ടോ. ചിലതിനൊക്കെ ബുദ്ധിയോടെ ഒന്ന് അകന്ന് നിൽക്കേണ്ട സ്ഥാനത്ത് അകന്ന് തന്നെ നിന്നേക്കണം. ഇപ്പോഴും ഉണ്ട്.
അമ്മ സ്തോത്രം. നല്ല ചുമ അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മാസങ്ങളോളം നിൽക്കും. ശരീരം വേദനയും. പ്രീസലോ, ശരീരം വേദനയും. നമ്മളെയൊക്കെ നടത്തുന്ന ദൈവത്തെ എങ്ങനെ സ്തുതിച്ചാൽ മതിയാവും. ആമേ. ഞാൻ ആ വിഷയം എടുക്കാം. അപ്പോ ഇവിടെ ഒരു പെരുങ്കാറ്റ് ആരാ അടിപ്പിക്കുന്നത്? ഇവിടെ ദൈവം ഇങ്ങനെ ചെയ്യോ? ദൈവം ചെയ്യോ? ആ, ചെയ്യും. ഈ യോബിന്റെ പുസ്തകം 5-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ ഒരു കാര്യം ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഒന്ന് വായിക്കാമോ? 5-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തില് വേഗത്തില്. അവൻ മുറിവേൽപ്പിക്കുകയും മുറി കെട്ടുകയും ചെയ്യുന്നു. അവൻ ചതക്കുകയും തൃക്കൈ പൊറിപ്പിക്കുകയും ചെയ്യുന്നു. ആമേൻ. ഇവിടെ പെരുങ്കാറ്റ് അടുപ്പിക്കുന്നവൻ തന്നെ പെരുങ്കാറ്റിനെ ശമിപ്പിക്കണം. ആമേ. ഗദരദേശത്തേക്ക് പുറപ്പെടുന്ന യേശുവ് ആമേ ഉള്ള പടകിനകത്ത് കാറ്റും കടലും ആമേ തിരമാലകൾ പടകിനകത്തേക്ക് തള്ളിക്കയറി എഴുന്നേറ്റ് ഒറ്റ ശാസന. ആമേ, കാറ്റേ അടങ്ങുക, കടലേ നിന്നു. പക്ഷെ ഇത് നിക്കത്തില്ല. യോനയുടെ കാലഘട്ടത്തിൽ കപ്പലിനകത്ത് അടിക്കുന്ന പെരുങ്കാറ്റ് നിക്കത്തില്ല. കാരണം അമിശ്വതം വരുത്തിയത് സ്വർഗത്തിലെ ദൈവമാണെങ്കിൽ വരുത്തിവൻ തന്നെ മാറ്റാതെ അത് മാറിപ്പോകത്തില്ല. ആമേ. വെച്ചവൻ തന്നെ എടുത്ത് മാറ്റാതെ അത് മാറിപ്പോകത്തില്ല. ബാക്കിയുള്ളതെല്ലാം അധികാരത്തിൽ മാറ്റാം, ബാക്കിയുള്ളതെല്ലാം യേശുവിന്റെ നാമത്താൽ മാറ്റാം. ആമേ. ചിലത് ആമേ ദൈവത്തിന്റെ വിരലാണെങ്കിൽ മാറത്തില്ല. അന്ന് ഫെലിസ്ത്യ പ്രഭുക്കന്മാർ പറഞ്ഞു, ഇത് നമ്മുടെ മന്ത്രവാദികളെ കൊണ്ട് മാറ്റാൻ പറ്റുന്ന കാര്യമല്ല, ഇത് യഹോവയുടെ വിരല. അതുകൊണ്ട് പെട്ടകത്തെ എന്ത് ചെയ്തേക്കാം? പെട്ടകത്തെ അതിന്റെ സ്ഥലത്തേക്ക് തന്നെ വിട്ടുകൊടുത്തേക്കാം. ആമേ. നമുക്ക് ചുമക്കണ്ട പ്രശ്നമാണ്. ആമേ. സ്തോത്രം. ഹല്ലേലൂയ. അതിന് അവരുടെ ആചാര്യന്മാർ ബുദ്ധി പറഞ്ഞു കൊടുത്തു. കറവയുള്ള ആമേ സ്തോത്രം 2 ആമേ പശുക്കളെ എന്ത് ചെയ്യുക? ആമേ. ചെറിയ കുഞ്ഞുങ്ങളുള്ള കറവയുള്ള കറവ പശുക്കളെ 2 എണ്ണത്തിന് എടുക്കാം, വണ്ടിയിൽ കെട്ടാം. ആമേ. വണ്ടിക്കകത്ത് പെട്ടകം വെച്ചു കൊടുക്കാം. ആമേ. സ്വന്തം ദൈവത്തിന്റെ കരമാണെങ്കിൽ പെട്ടകം സ്വന്തം ദേശത്തേക്ക് പോയിക്കോളും. ആമേ. സ്വന്തം കറവയുള്ള പശുക്കളാണെങ്കിൽ കുഞ്ഞുങ്ങളെ മൈൻഡ് ചെയ്യത്തില്ല, അവർ പോയിക്കോളും. ആമേ. കറക്റ്റായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളുള്ള പശുക്കളും കുഞ്ഞുങ്ങളെ നോക്കാതെ വണ്ണം ആമേ പെട്ടകം ഇരിക്കുന്ന വണ്ടിയുമായിട്ട് ആമേ ഇസ്രായേൽ പാളയത്തിലേക്ക് പോകാനിടയായി തീർന്നു. അത് നിമിത്തം അവർ പറയുന്നു, ഇത് ദൈവത്തിന്റെ കരമാ. ആമേ. തിരിച്ചറിയാൻ പറ്റും പ്രിയമക്കളെ, ദൈവത്തിന്റെ കരമാണെങ്കിൽ ചിലത് മാറത്തില്ല. മാറണമെങ്കിൽ നീ ദൈവസ്ഥലം മുഴങ്കാലും മടക്കണം. ഇവിടെ കാണാൻ സാധിക്കുന്നത് യഹോവയോ ആമേ സ്തോത്രം അന്ന് ആമേ ഒരു പെരുങ്കാറ്റടിപ്പിച്ചു. എവിടമേ? ആമേ സ്തോത്രം ആമേ കപ്പലിന്റെ മേൽ. വായിച്ചോ, താഴേക്ക് വായിച്ചോ. 3-ാമത്തെ വാക്യം. എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് 2-ാമത്തെ വാക്യം. നീ പുറപ്പെട്ട് മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്ക. അവരുടെ ദുഷ്ടത എന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശീഷിലേക്ക് ഓടിപ്പോകേണ്ടതിന് പുറപ്പെട്ട്. ഇവനെ നടത്തേണ്ട വഴിയിലല്ല ഇവൻ പോകുന്നത്. ദൈവം ഒരു വഴിക്ക് പോകാൻ പറയുന്നു, ഇവൻ പല വഴിക്ക് പോകാം. എന്നിട്ട് പിന്നെ ദൈവത്തോട് കുറ്റമാ. നീ ദൈവത്തിന്റെ വഴിയിലേക്ക് വാ. പെരുങ്കാറ്റും കൊടുങ്കാറ്റൊക്കെ ദൈവം ശാന്തമാക്കി തരും. ഇത് ദൈവത്തിന്റെ വഴിക്ക് നിൽക്കത്തില്ല. ചില കാളക്കിടാവുകളൊക്കെ ഉണ്ട്. പോത്തിനെ വളർത്തുന്ന ആളുകളൊക്കെ കണ്ടിട്ടുണ്ടോ? പോത്തിനെ പിടിച്ചു കഴിയുന്ന ചില പോത്ത് എന്ത് ചെയ്യും? ആളുമായിട്ട് പോകും. പോത്തിനെ തൊഴുത്തി കെട്ടാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. പോത്ത് പക്ഷെ ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ഓടുകയാണ്. ആമേൻ. ആകയാൽ ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവനോട് സ്വർഗത്തിൽ നിനവേ പോണം. ഇവന്റെ വഴിയിലേക്ക് പോകുക. ഇത് യോനയെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് നമ്മളൊന്ന് നോക്കി. നമ്മളോട് സ്വർഗത്തിലെ ദൈവം പറയുന്നത് എന്താ? ഇന്ന് ദൈവം ഇതിനകത്ത് ആരോടൊക്കെയോ സംസാരിക്കുക. നിന്നോട് പല രാത്രിയും പല പകലുമായിട്ട് എന്തിനേറെ പറയുന്നു. ചില ദിവസങ്ങളിലൊക്കെ ഇവിടെ ഉപവാസ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് ഇന്ന് ആ ദൈവദാസനിലൂടെ കേൾക്കുന്ന ആലോചന പ്രകാരം ഞാൻ പോകുമെന്ന് തീരുമാനമെടുത്ത തീരുമാനങ്ങൾ കാറ്റിൽ പറന്നുപോയി എത്ര വ്യക്തിത്വങ്ങൾ ഇതിനകത്തുണ്ട്. ആമേശ്വതം അതെല്ലാം ദൈവത്തിന്റെ ശബ്ദമായിരുന്നില്ലേ? നീ തന്നെ രാത്രിയുടെ യാമത്തിലും വെളുപ്പിലും ഇരുന്ന് പ്രാർത്ഥിച്ചു വന്നപ്പോൾ ആലയത്തിൽ വെച്ച് സംസാരിച്ച ദൈവശബ്ദം പിന്നെയും നിന്റെ ഹൃദയം കഠിനപ്പെട്ടില്ലേ? എത്ര വട്ടം ദൈവാത്മാവ് ഇടപെട്ടതാ, എത്ര വട്ടം ദൈവാത്മാവ് സംസാരിച്ചതാ. നീ തന്നെ നിന്റെ ഹൃദയത്തിന്റെ അകത്തളത്തിൽ 1000 വട്ടം കുറിച്ചിട്ടിട്ടുള്ള ആമേശ്വതം വേദവാക്യങ്ങളില്ലേ? എന്നിട്ടും സഞ്ചരിക്കുന്നത് തർശീസിലേക്കല്ലേ? മടങ്ങി വരുവാൻ
പരിശുദ്ധാത്മാവ് ബുദ്ധി ഉപദേശിക്കുകയാ. ആമേൻ സ്തോത്രം. യോനെ, നിനക്കുള്ള ദിവസം, നിന്റെ ജീവിതത്തിൽ നിന്ന് ദൈവത്തിന്റെ കരം വലിക്കണമെങ്കിൽ നീ തന്നെ ദൈവസ്ഥലിന് വിധേയപ്പെടണം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. എന്റെ അകത്തളത്തിൽ ആത്മാവ് അതിഭയങ്കരമായിട്ട് ഇടപെടുന്നതുകൊണ്ട് ഞാൻ പറയുന്നത്, ആരോടോ പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. ആമേൻ സ്തോത്രം. ഇനിയും നിന്റെ തലേ കൈവച്ച് കുലുക്കി പറയേണ്ട കാര്യമൊന്നുമില്ല. നയമാൻ എന്ന് ചിന്തിച്ചതുപോലെ ആമേൻ, നിന്റെ സൗഖ്യം നീ യോർദാനിൽ പോയി മുങ്ങിയാ മതി. നീ ഒന്ന് തനിയെ ഒന്ന് ഇറങ്ങിയാ മതി. ആമേൻ സ്തോത്രം. ആരും വന്ന് തലേ കൈവെക്കണ്ട. ആമേൻ സ്തോത്രം. ഇന്ന് പകലിൽ ഈ വചനം നിന്നോടാണെന്ന് ചിന്തയോടെ ഏറ്റെടുക്കുന്നു എങ്കിൽ നിശ്ചയമായിട്ടും കഴിഞ്ഞ സെക്കൻഡ് വരെയുള്ള ദൈവത്തിന്റെ കരം തന്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റി ഇന്നൊരു വലിയ ദൈവപ്രവൃത്തിയുടെ പണിയായിരിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. എത്ര വട്ടം പ്രിയ മക്കളെ, കർത്താവ് എന്നോട് ഇന്ന് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു വന്നിട്ട് ആമേൻ ദൈവസ്ഥലിൽ വരും. ഇന്ന് സംസാരിക്കുന്നത് കേട്ട് കഴിയുമ്പോൾ ഇത് എന്നോടൊന്നും ആയിരിക്കത്തില്ല. അപ്പൊ നീ പ്രാർത്ഥിച്ചതോ? വെളുപ്പിന് എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിച്ചതോ? രാത്രിയിലിരുന്ന് കരഞ്ഞപ്പോ ആമേൻ ദൈവം പറഞ്ഞതോ? നീ ധൈര്യമായിട്ട് പോയിക്കോ, എന്ന് നിന്നോട് ഞാൻ സംസാരിക്കും. ഇന്ന് അവിടെ പറയുന്നത് നിന്നോടുള്ള ബന്ധത്തിലായിരിക്കും എന്ന് നിനക്കൊരു ഉറപ്പ് തന്നിട്ടല്ല അയച്ചത്. പിന്നെ എന്തുകൊണ്ടാണ് നീ മനസ്സ് വെക്കാത്തത്? ഹൃദയം കൊണ്ട് ഏറ്റെടുക്കാത്തത് എന്താ? ഇന്നലെ നിന്റെ മുറിക്കകത്ത് ആരും ഉണ്ടായിരുന്നില്ലല്ലോ. ഇന്ന് വെളുപ്പിന് നിന്റെ മുറിക്കകത്ത് ആരും ഉണ്ടായിരുന്നില്ലല്ലോ. നീയും ദൈവവുമായിരുന്നില്ലേ? ആ ദൈവമല്ലേ നിന്നെ പറഞ്ഞയച്ചത്. നീ ധൈര്യമായിട്ട് പോയിക്കോ, ഇന്ന് ഞാൻ നിന്നോട് സംസാരിക്കുമെന്ന്. ആ ദൈവത്തിന്റെ ഇടപെടല് ഒരു മനുഷ്യന്റെ ശബ്ദത്തിലൂടെ നീ കേൾക്കുമ്പോ എന്തുകൊണ്ടാണ് ഏറ്റെടുക്കാത്തത്? ഇനി അപ്പുറം വേറൊരു സിഗ്നൽ വേണോ? ആമേൻ. പരിശുദ്ധാത്മാവ് പറയുന്നു, യോനെ തർശീസിലേക്ക് പോകാം. അവന് എവിടെ? നിനവേലേക്ക് പോകാം. ഇവൻ എവിടേക്കാ പോകുന്നത്? തർശീസിലേക്ക്. ആമേൻ. ദൈവം നമ്മളെ നടത്താൻ ആഗ്രഹിക്കുന്ന മേഖലകളിലേക്ക് നമ്മൾ സ്റ്റെപ്പ് വെക്കാതെ വരുമ്പോൾ സംഭവിച്ചതോ ഒരു പെരുങ്കാറ്റ്. 4-ാം വാക്യം. യഹോവയോ സമുദ്രത്തിൽ ഒരു പെരുങ്കാറ്റ് അടുപ്പിച്ചു, കപ്പൽ തകർന്നു പോകുവാൻ തക്കവണ്ണം സമുദ്രത്തിൽ വലിയൊരു കോൾ ഉണ്ടായി. തകർന്നിട്ടില്ല, തകർത്തിട്ടില്ല, തകർക്കത്തുമില്ല. പക്ഷെ തകർന്നു പോകത്തക്ക നിലവാരത്തിലുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ടാകും. ആമേൻ. തകർന്നു പോകത്തക്ക നിലവാരത്തിലുള്ളൊരു പെരുങ്കാറ്റ് അടുപ്പിച്ചു. കേട്ടോ, നമ്മൾ ദൈവത്തിന്റെ വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ആമേശ്വത ഈ വഴിയിൽ തെറ്റായിട്ട് മേഖലകളിലേക്ക് തിരിഞ്ഞു പോകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ വീട്ടിനകത്തോ സഭക്കകത്തോ ഉള്ള വ്യക്തിത്വങ്ങൾ ഒന്ന് ബുദ്ധി ഉപദേശിച്ചാൽ നന്നായിരിക്കും. ആമേൻ. അതല്ല, അതിനോട് ചേർന്ന് നിന്ന് മുന്നോട്ട് പോവുകയാണെങ്കിൽ എല്ലാവരും കുറ്റക്കാരായി തീരും. സംഭവം ഇവിടെ കാണാൻ സാധിക്കുന്നത്, സമുദ്രത്തിൽ വലിയൊരു കോൾ ഉണ്ടായി. തകർന്നു പോകാൻ തക്കവണ്ണം സമുദ്രത്തിൽ വലിയൊരു കോൾ ഉണ്ടായി. അടുത്ത വാക്യം. കപ്പൽക്കാർ ഭയപ്പെട്ട് ഓരോരുത്തൻ താന്താന്റെ ദേവനോട് നിലവിളിച്ചു. ഞാൻ അല്പസമയം മുമ്പേ പറഞ്ഞ വാക്യമാണ്. പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം പോകാം, പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഇടങ്ങളിലെല്ലാം പോയി പ്രാർത്ഥിക്കാം. ഇവന്മാരുടെ ദേവന്മാരോട് എല്ലാം വിളിച്ച് അപേക്ഷിക്കുക. മാറിയോ? പെരുങ്കാറ്റ് മാറിയോ? കൊടുങ്കാറ്റ് മാറിയോ? മാറോ? ഇല്ലെന്നേ. വെച്ചവൻ യൂണിവേഴ്സൽ ഗോഡ് ആണെങ്കിൽ, വെച്ചവൻ സർവശക്തനായ ദൈവമാണെങ്കിൽ, പെരുങ്കാറ്റടിപ്പിക്കുവാൻ കഴിവുള്ളവനാണെങ്കിൽ അതിനെ മാറ്റണമെങ്കിൽ അവൻ വിചാരിക്കണം. അവൻ വിചാരിക്കാതെ ഒന്നും മാറത്തില്ല. ഇതെല്ലാം നമ്മളോട് ഇന്ന് പകലിൽ അറിയിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? നമുക്ക് ഇതുപോലത്തെ ഒരു കുടുക്ക് വന്ന് വീഴാതിരിക്കണം. സോദരം വളരെ ശ്രദ്ധിച്ചോളണം പ്രിയ മക്കളെ. ദൈവം എത്രയോ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. ആമേൻ. ദൈവം 2 വിധത്തിലും നമ്മളെ പറഞ്ഞു ഉറപ്പിച്ച് നടത്തുകയാണ്. അപ്പോ കപ്പലിന് ഭാരം കുറയ്ക്കേണ്ടതിന് അവർ അതിലെ ചരക്ക് സമുദ്രത്തിൽ എറിഞ്ഞു കളഞ്ഞു. യോനയോ കപ്പലിന്റെ അടിത്തട്ടിൽ കിടന്ന് നല്ലവണ്ണം ഉറങ്ങുകയായിരുന്നു. യോനയെ ഇവർക്ക് എന്ത് ചെയ്യണം? സൂക്ഷിക്കണം, പ്രൊട്ടക്ട് ചെയ്യണം. മനസാക്ഷിയുള്ളവരായിരുന്നു കപ്പൽക്കാര്. സ്തോത്രം. ഞാൻ വേഗത്തിൽ പോകുക, സമയം തീരുന്നതുകൊണ്ട്. കർത്താവിന്റെ മേശയുണ്ടല്ലോ. അപ്പോ ഇവനോട് ചോദിച്ചു. ഇവര് ഞർക്കിട്ടു, ചീട്ടിട്ടപ്പോ ചീട്ട ആർക്ക് വീണു? സ്തോത്രം. ഞാൻ ചിന്തിക്കുന്നത്, ഇങ്ങനെ വീടുകളിലൊക്കെ കുടുംബങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ മാറാതെ നിൽക്കുന്ന സമയത്ത് ഒന്ന് ചീട്ടൊക്കെ ഇട്ട് നോക്കുന്നതല്ല, ഇടിവീഴരുത് കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ചീട്ട് യോനക്ക് വീണു. യോനക്ക് ചീട്ട് വീണു. ചീട്ട് വീണപ്പോ സ്തോത്രം, ഇവനോട് ചോദിച്ചു, എന്ത് ചെയ്യണം ഞങ്ങള്? പറഞ്ഞ എന്നെ എടുത്ത് വെള്ളത്തിലിട്ട് കിട്ടില്ല. ഞാൻ നിമിത്തമാ പ്രശ്നം. അവർക്കിടാൻ മനസ്സാകുന്നില്ല. അവരിവനെ പ്രൊട്ടക്ട് ചെയ്യാം. സംഭവം പിന്നെയും കാറ്റും കോളും കൂടി ഉണ്ടായ ആഹാരം വരെ എന്ത് ചെയ്തു?
നഷ്ടപ്പെട്ടു. കേട്ടോ പ്രിയമക്കളെ, ഒന്ന് ശ്രദ്ധിച്ചേക്കണം, ഒന്ന് സൂക്ഷിച്ചേക്കണം. കുടുംബത്തിന്റെ അകത്തളത്തിൽ പല നാളുകളായിട്ട് ഇതുപോലത്തെ ഒരു പെരിങ്കാറ്റടിച്ചിട്ട് നഷ്ടം മാത്രം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഒന്ന് തിരിഞ്ഞു നോക്കിയേക്കണം. എന്തെല്ലാം ചെയ്തിട്ട് ഇവന്മാര് പല വിധത്തിൽ പല പരിപാടികളും ചെയ്തിട്ടും ചരക്ക് കുറക്കുന്നതല്ലാതെ കൂട്ടാൻ പറ്റുന്നില്ല, നിൽക്കുന്നത് ലെവലാക്കാൻ പറ്റുന്നില്ല. സ്തോത്രം. ഈ കടബാധിത കൂടിക്കൂടി വരുന്നു, കുറയുന്നില്ല, മീതക്ക് മീതെ പോകുകയാ. ആമേൻ. എന്നാ സ്വതം പല രീതിയിൽ കപ്പലിൽ നിന്ന് ബേസ് ചെയ്ത് നിർത്താൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല, കൂടിക്കൊണ്ടിരിക്കുക, കൈവിട്ടുപോ. പറഞ്ഞു, യോന നോക്കിയിട്ട് പറഞ്ഞു, എടാ എന്നെ എടുത്ത് വെള്ളത്തിലിട്, സംഭവം നിൽക്കും. അവനെ എടുത്ത് വെള്ളത്തിൽ എന്ത് ചെയ്തു? പെരിങ്കാറ്റ. അവിടെ നിന്ന് ഇവനാണ് വീഴേണ്ടത്, ഇവനാണ് താഴേണ്ടത്, ഇവനാണ് മുട്ടുമടക്കേണ്ടത്. സംഭവം ശാന്തമാകും, സംഭവം ശാന്തമാകും. ആത്മാവിൽ ഞാൻ വിളിച്ചു പറയുന്നു, നീ എത്ര ശ്രമിച്ചിട്ടും ചുക്കാൻ നിനക്ക് പ്രാഗൽഭ്യം ഉണ്ടാവും, കപ്പലിനെ ഒരു സ്ഥലത്തുണ്ടെങ്കിൽ എത്തിക്കാൻ പറ്റുമെന്ന്, പക്ഷെ നടക്കുന്നില്ല. അതുപോലെ കാറ്റടിച്ചുലയുകയാ. കരത്തിൽ ലഭിക്കുന്ന നന്മ വെള്ളം ഒഴുകിപ്പോകുന്നത് പോലെ പോകുകയാ. ഒരു സ്ഥലത്ത് പിടിച്ച് കേൾക്കാൻ പറ്റുന്നില്ല, പല പദ്ധതികളും ചെയ്യുന്നുണ്ട്. ഉത്തരം, നീ ഒന്ന് മടങ്ങി വന്നാൽ മതി. ദൈവത്തിന്റെ വിരലാണെങ്കിൽ, ദൈവത്തിന്റെ കൈയാണെങ്കിൽ നമ്മൾക്കതിനെ ജയിക്കാൻ പറ്റത്തില്ലെന്നേ. ഹല്ലേലൂയ. ഒരൊറ്റ വാക്യം കൂടി നിങ്ങളിത് വീട്ടിൽ പോയി വായിക്കണം. ഒരൊറ്റ വാക്യം കൂടി, ഇതിൻ്റെ അകത്ത് മണിക്കൂറുകൾ പോകാം, ഞാൻ നിൽക്കുന്നില്ല. ആമേൻ. സ്വതം ന്യായാധിപന്മാരുടെ പുസ്തകം, ആമേൻ, അതിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 6ഉം 7ഉം വാക്യം. ആമേൻ. സ്തോത്രം. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 6ഉം 7ഉം വാക്യം. ഇങ്ങനെ മിദ്യാന്യരാൽ ഇസ്രായേൽ ഏറ്റവും ക്ഷയിച്ചു. ഇങ്ങനെ മിദ്യാന്യരാൽ ഇസ്രായേൽ ഏറ്റവും ക്ഷയിച്ചു. ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. ഇത്രയും ചെയ്താൽ മതി. ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. അടുത്തത്, ഇസ്രായേൽ മക്കൾ മിദ്യാന്യരുടെ നിമിത്തം യഹോവയോട് നിലവിളിച്ചപ്പോൾ യഹോവ ഒരു പ്രവാചകനെ ഇസ്രായേൽ മക്കൾ ഇന്നു പകലിൽ ജീവിതത്തിൽ കിടക്കുന്ന കരമൊന്ന് മാറേണ്ടതിനായി നീ ഒന്ന് നിലവിളിച്ച് നെടുമ്പാട് വീണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൃദയത്തിൽ ചിന്തിച്ചതും കരത്തിന്റെ കീഴിൽ പ്രവർത്തിച്ച ദോഷപ്രവൃത്തികളും വിട്ടുപിരിഞ്ഞ് അപ്പന്റെ പാദപീഠം ഒന്ന് ഉറ്റിരിപ്പാൻ ശ്രമിച്ചാൽ, ആമേൻ. സ്തോത്രം. യെശയ്യാ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം നമ്മൾ വായിച്ച വാക്യമാണ്. നിങ്ങൾ മനസ്സ് വെച്ച് കേട്ടനുസരിക്കുന്നുവെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും. മതി. നിങ്ങൾ മനസ്സുവെച്ച് കേട്ടനുസരിക്കുന്നു എങ്കിൽ ഇന്നലെ വരെ അടഞ്ഞുപോയ നന്മയുടെ വഴി സ്വർഗം നിനക്കും നിന്റെ തലമുറകൾക്കും കുടുംബത്തിനുമായിട്ട് ഇന്ന് പകലിൽ ഒന്ന് തുറക്കാൻ പോകുകയാ. നീ ഇന്ന് വെളുപ്പിന് ദൈവത്തോട് ചോദിച്ചില്ലേ, ദൈവമേ ഇന്ന് എന്നോട് ഇടപെടണമേ. ദൈവത്തിന്റെ ശബ്ദം, ആമേൻ. സ്വതം എന്റെ ശബ്ദം ഇന്ന് സ്വർഗത്തിലെ ദൈവം എടുത്ത് നിങ്ങളോട് അറിയിക്കുകയാ. ഇതാ വിഷയം. ഇന്ന് മാറും ദൈവക്കരം. ഹല്ലേലൂയ. നിന്നെ കൊണ്ട് മാറ്റാൻ പറ്റത്തില്ല. വെച്ചവൻ ദൈവമാണെങ്കിൽ അവൻ തന്നെ മാറ്റും. ആകാശശക്തി തുറക്കും, മഞ്ഞും മഴയും ഉണ്ടാകും. നിന്റെ കളപ്പുരകൾ, നിന്റെ ധാന്യം, ആമേശ്വതം മാവ് ഉഴക്കുന്ന തൊട്ടിക്കലം, നിന്റെ വഴിവാതിൽ, ശൂന്യമായ പോക്കറ്റ്, കാലിയായ പേഴ്സ്, വീട്ടിലെ ആമേശ്വദ്രം ധാന്യം ഇട്ടിരിക്കുന്ന പാത്രങ്ങൾ നിറയും. ഇത് ദൂത, ഇത് ആലോചനയാ. പരിശുദ്ധാത്മാവ് ഇന്ന് ചിലതിന് ഉറപ്പിക്കാൻ ആഗ്രഹിക്കുക. യോനെ, നീ പോകുന്ന വഴി തർശീസ, നിനവയിലേക്ക് മടങ്ങിവാ. ആമേശ്വത ഇസ്രായേൽ ജനമേ, 2 തോണിയിൽ കാലി വെക്കരുത്, നീ ഒന്നിൽ ഉറക്കം. ആമേൻ. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കളെ, മിദ്യാൻ നിന്റെ കുടുംബത്തിൽ നിൽക്കുകയാ. ദൈവം ഇന്ന് മാറ്റിത്തരും. അത് വഴക്കുന്ന എല്ലാവരുമായിട്ട് വഴക്കാം, ഒരാളായിട്ട് മാത്രമല്ല, എല്ലാവരുമായിട്ട് വഴക്കാം. ഒരാളായിട്ട് നല്ലപോലെ ഇടപെടത്തില്ല, സംസാരിക്കത്തില്ല, പെരുമാറത്തില്ല. മിദ്യാൻ കുടുംബത്തിനകത്തളത്തിൽ കയറിയിരിക്കുക. ആ മിദ്യാന്റെ ശക്തിയെ സ്വർഗത്തിലെ ദൈവം ഇന്ന് അഴിച്ചു മാറ്റും. വഴക്ക്, പിണക്കം, കോപം, ഇതൊക്കെ വീട്ടിനകത്താ.
ആമേ സ്തോത്രം. ചെറിയ കാര്യത്തിൽ വലിയ വിഷയങ്ങളാ. മിദ്യാന 7 വർഷത്തേക്ക് അല്ലേ? ആമേ. 1-ാം വാക്യം 6:1. ആമേൻ. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 1-ാം വാക്യം. വേഗത്തിൽ നിന്ന് എടുത്ത മോനെ ഡിസ്പ്ലേയിൽ നിന്നിട്ട്. ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവ അവരെ 7 സംവത്സരം മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഇതാ കുഴപ്പം. നീ ഒന്ന് മടങ്ങി വരേണ്ടതിനാ 7 വർഷം മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുക. വഴക്ക, പിണക്കമാ. പക്ഷെ ഇവര് നിലവിളിച്ചു, ദൈവത്തിൽ വിധേയപ്പെട്ടു. അതുകൊണ്ട് വരുവീൻ, നമുക്ക് തമ്മിൽ വാദിക്കാം. നിന്റെ പാപം എത്ര കടുചുമപ്പാണെങ്കിലും ഹിമം പോലെ ഞാനിത് വെളുപ്പിക്കാം. രക്തവർണ്ണമാണെങ്കിലും പഞ്ഞ് പോലെ ഞാനതിനാക്കി തീർക്കാം. കേട്ടനുസരിക്കുന്നെങ്കിൽ ദേശത്തിലെ നന്മ അനുഭവിക്കും. കണ്ണുകളടക്കാം. കർത്താവേ, ഇന്ന് പകലിൽ പ്രിയമക്കളെ, എന്നെ ദൈവം ഏൽപ്പിച്ചത് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങളും ദൈവവും തമ്മിലുള്ള ബന്ധമാണ്. ഇത് വെച്ചുകൊണ്ട് 100 വർഷം നിനക്ക് പോകണമെങ്കിൽ പോകാം. അതല്ല, വിട്ടുപിരിഞ്ഞ് ഇന്ന് പകലിൽ ദൈവത്തിൽ നിന്ന് വിധേയപ്പെട്ടാൽ പെരിങ്കാറ്റിനെ അയച്ച ദൈവം സമുദ്രത്തെ ശാന്തമാക്കും. ദൈവത്തിന്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണോ അത് നിന്റെ ജീവിതത്തിൽ ഇന്ന് പകലിൽ ദൈവം നിവർത്തീകരിക്കും. ആകാശശക്തികൾ അടഞ്ഞു പോയ സ്ഥാനത്ത് ദൈവത്തെ തുറന്നു. എത്രത്തോളം ദൈവജനം ഞരങ്ങിയോ അതിനപ്പുറമായൊരു സമൃദ്ധി ഇസ്രായേൽ അനുഭവിച്ചു. 7 വർഷം മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരുന്ന ഇസ്രായേൽ ജനം നിലവിളിച്ചു. വചനം പറയുന്നത് യഹോവയായ ദൈവം അവരെ 7 വർഷത്തേക്ക് മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചെന്ന്. സാത്താൻ ചെയ്തെന്നല്ല, പിശാച് ചെയ്തെന്നല്ല. ഈ 3 ഭാഗങ്ങളിലും നമുക്ക് നിങ്ങളുടെ മുമ്പാകെ ഞാൻ എടുത്തത് ദൈവത്തിന്റെ കരമായിരുന്നു. എന്തു ചെയ്തപ്പോ? ഇസ്രായേൽ ജനം പാപം ചെയ്തപ്പോൾ, ഇസ്രായേൽ ജനം തെറ്റ് ചെയ്തപ്പോൾ. ഓ, നമുക്ക് ദൈവത്തിൽ വിധേയപ്പെടാം ഇന്ന് പകലിൽ. അപ്പാ, നിന്റെ ശബ്ദമായിട്ട് ഞാൻ ഏറ്റെടുക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ കാലങ്ങളായി കിടക്കുന്ന തടസ്സങ്ങളെ ദൈവം ഇന്ന് പകലിൽ നീക്കുന്നതിനായി നന്ദി പറയുന്നു. വേറൊരു അടയാളം, വേറൊരു ശബ്ദം എനിക്ക് വേണ്ട കർത്താവേ. ഞാൻ തിരിച്ചറിയുന്നു, ഇത് നിന്റെ ശബ്ദമാണ്, നിന്റെ കരമാണ്. വിട്ടുപിരിഞ്ഞ് നിന്നോട് ചേർന്നിരിക്കാൻ ആത്മാവ് ഞാൻ ശരണപ്പെടുന്നു. കർത്താവിന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. യേശുക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ.